XYLEM Learning Abdullah സാറാണ്. എല്ലാവർക്കും ഓഡിയബിൾ ആണോ വിസിബിൾ ആണോ എന്നുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് കമന്റ് ബോക്സിലൂടെ ഇൻഫോം ചെയ്യുക. ഓക്കെ, നമുക്ക് അടിപൊളിയായിട്ട് സ്റ്റാർട്ട് ചെയ്യേണ്ടതുണ്ട്. ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നുള്ള ചാപ്റ്ററിന്റെ സെക്കൻഡ് പാർട്ടുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. എല്ലാവരും ഓക്കെ ആണെന്ന് വിചാരിക്കുന്നുണ്ട്. സൺഡേ ഒക്കെ ആയിട്ട് എല്ലാവരും ഉറങ്ങാണോ? ചെറിയൊരു സംശയമുണ്ട്. എല്ലാവരും എത്തി തുടങ്ങുന്നുള്ളൂ അല്ലേ? യെസ്. ഓക്കെ, എത്തി തുടങ്ങിയ മക്കളൊക്കെ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് ഓക്കെ ആണ്, സെറ്റാണ്, ഞങ്ങളെല്ലാവരും റെഡിയാണ് എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് കമന്റ് ബോക്സിലൂടെ ഇൻഫോം ചെയ്യാം. ഓക്കെ ആണോ? സെറ്റാണോ? യെസ്. ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നുള്ളതാണ് നമ്മുടെ ചാപ്റ്റർ അല്ലേ. നമ്മൾ ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ഒരു ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ സെക്കൻഡ് പാർട്ടുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. യെസ്, ഹായ് രശ്മി, ഹായ് അൻസീല. യെസ്. ഓക്കെ, ഫസ്റ്റ് പാർട്ട് മക്കൾ എല്ലാവരും കണ്ടില്ല? ഫസ്റ്റ് പാർട്ട് കണ്ടു. അതിൽ നമ്മൾ കുറേ അധികം കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തു അല്ലേ. വൈ ഡു വി നീഡ് എ റൂൾസ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഫസ്റ്റ് പാർട്ടിൽ തന്നെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇനിവിടെ നമ്മുടെ സെക്കൻഡ് പാർട്ടുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ മക്കളോട് പറയുന്നത്, മാക്സിമം ഫ്രണ്ട്സിലേക്ക് എന്ത് ചെയ്തോളൂ, നമ്മുടെ ലൈവിൻ്റെ ലിങ്ക് അങ്ങോട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം സൺഡേ ആയതുകൊണ്ട് തന്നെ മടി പിടിച്ചിരിക്കുന്നുണ്ട് ചില ആളുകളെങ്കിലും. അവരോട് അറിയിക്കുക, സാറ് ക്ലാസ് തുടങ്ങുന്നുണ്ട്, യെസ് നിങ്ങളുടെ ABD സാർ എത്തിയിട്ടുണ്ട് എന്നുള്ളത് എന്ത് ചെയ്യുക, എല്ലാവരും മക്കളെ അറിയിക്കുക, ഫ്രണ്ട്സിനൊക്കെ അറിയിക്കുക. അപ്പോൾ അവരൊക്കെ എത്തട്ടെ, നമുക്ക് അടിപൊളിയായിട്ട് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ. കുറച്ചും കൂടി ആളുകളൊക്കെ എത്താനുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അവരൊക്കെ എത്തട്ടെ. അപ്പോൾ നമ്മൾ വളരെ വെയിറ്റ് ഒന്നും ചെയ്യുന്നില്ല, എത്തുമെന്ന് വിചാരിക്കാം, അല്ലേ. യെസ്, അല്ലെങ്കിൽ ഈ എത്തിയ മക്കളൊക്കെ എന്ത് ചെയ്യും, ഞങ്ങളിപ്പോൾ വെറുതെ ആണോ നേരത്തെ വന്നത് എന്നൊക്കെ തോന്നും. അപ്പോൾ എല്ലാവരും എത്തി തുടങ്ങുന്നുണ്ട് തോന്നുന്നുണ്ട്. എല്ലാവരും എന്ത് ചെയ്യുക, ഹായ് ദിവാനി. യെസ് എല്ലാവരും എന്ത് ചെയ്യുക, മാക്സിമം ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക, സ്റ്റാറ്റസ് ഇടുക. സ്റ്റാറ്റസ് ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ ഒന്ന് ഇൻഫോം ചെയ്യുക, സാറേ ഞങ്ങൾ സ്റ്റാറ്റസ് ഇട്ടിട്ടുണ്ട്, ഞങ്ങൾ ഇത്രയും ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്നുള്ള എന്ത് ചെയ്യുക, വന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ എല്ലാവരും അയച്ചു കൊടുക്കുമെന്ന് വിചാരിക്കുന്നുണ്ട്, എല്ലാവരും സ്റ്റാറ്റസ് ഇടുമെന്ന് വിചാരിക്കുന്നുണ്ട്. മാക്സിമം ആളുകളിലേക്ക് നമ്മുടെ ലൈവിൻ്റെ ലിങ്ക് എന്ത് ചെയ്യുക മക്കൾ എത്തിക്കട്ടോ. ഓക്കെ അല്ലേ രശ്മി? ഓക്കെ അല്ലേ സീന? യെസ്. ഓക്കെ അല്ലേ ദിവാനി? യെസ്. ഓക്കെ അല്ലേ അൻസില? എല്ലാവരും ഓക്കെയാണ്, എല്ലാവരും ഹാപ്പിയാണ്. സൺഡേ ഒക്കെ ആയിട്ട് അടിപൊളിയായിട്ട് ഇരുന്നിട്ടുണ്ടാവും അല്ലേ. എല്ലാവരും എന്താ പറയുക, ഇതുവരെ ഫ്രീ ആയിരുന്നു തോന്നുന്നുണ്ടല്ലേ. യെസ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഹായ് ഷാസ്, എല്ലാവരും എത്തി തുടങ്ങുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അടിപൊളിയായിട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഇവിടെ നമ്മൾ ലാസ്റ്റ് പറഞ്ഞിരുന്നത് വൈ ഡു വി നീഡ് റൂൾസ് എന്നുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു ലാസ്റ്റ് പറഞ്ഞിരുന്നത്. ഷെയർഡ് എന്നൊക്കെ മക്കൾ പറയുന്നുണ്ട്. ഓക്കെ, ഗുഡ്. ഒരു കാര്യം സാറ് പറഞ്ഞാൽ മക്കൾ എന്ത് ചെയ്തിരിക്കും എന്നുള്ളതാണ് മക്കൾ എന്ത് ചെയ്യുന്നത് അവിടെ കാണിക്കുന്നത്. ഞങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഞങ്ങളെല്ലാവരും ഷെയർ ചെയ്തിട്ടുണ്ട് സാറേ എന്നാണ് മക്കൾ പറയുന്നത്. ഓക്കെ, ഗുഡ്. യെസ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ആരോ അർപ്പിത അല്ലേ, രശ്മിയുടെ പേര് അർപ്പിത എന്നാണ് തോന്നുന്നുണ്ട്. ഓക്കെ, എനിവേ എല്ലാവരും എന്താ അടിപൊളിയായിട്ടിരിക്കുകയാണ്, എല്ലാവരും ഹാപ്പി ആയിരിക്കണം. എല്ലാ മക്കളും ഹാപ്പി അല്ലേ? സെറ്റല്ലേ ഹാപ്പി അല്ലേ? എല്ലാവരും ഹാപ്പി ആയിരിക്കല്ലേ? എല്ലാവരും അടിപൊളിയായിട്ടിരിക്കല്ലേ? പഠനമൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്? യെസ്, പഠനമൊന്നും ഉണ്ടായിരുന്നില്ല സാറേ, ഇന്ന് ഞങ്ങൾ ഫുള്ള് കളിക്കായിരുന്നു സാറേ, ഇന്ന് സൺഡേ അല്ലേ, ഞങ്ങൾക്ക് ഇന്നും പഠിക്കണോ സാറേ എന്നൊക്കെ ഒരു വൈബിലായിരിക്കും മക്കളായിരിക്കും. ഞങ്ങൾ ഇന്നും പഠിക്കണോ, എന്തപ്പോൾ സാർ ഇങ്ങനത്തെ വർത്താനം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരിക്കും. എനിവേ എല്ലാവരും പഠിച്ചൊക്കെ തുടങ്ങുന്നുണ്ട്. നമുക്ക് എന്ത് ചെയ്യണം, പെട്ടെന്ന് തന്നെ നമുക്ക് എല്ലാ പോർഷൻസും കംപ്ലീറ്റ് ചെയ്ത് റിവിഷനിലേക്കൊക്കെ പോകാനുള്ളതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നുള്ള ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യണം. അതിൻ്റെ സെക്കൻഡ് പാർട്ടാണ്. ഫസ്റ്റ് പാർട്ട് എല്ലാ മക്കളും കണ്ടിട്ടാണെന്ന് വിചാരിക്കുന്നുണ്ട്. ഇത് നമ്മൾ നോക്കുന്നത് സെക്കൻഡ് പാർട്ടാണ്. യെസ്, ഇവിടെ നമുക്ക് ഇതാണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ. നിങ്ങൾക്ക് എല്ലാവർക്കും എന്താ പറയുക, പിക്ചേഴ്സൊക്കെ കണ്ടിട്ടുണ്ടാവും അല്ലെ. പിക്ചേഴ്സിലിടയ്ക്ക് നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ടാവും, കോൺസ്റ്റിറ്റ്യൂഷനൊക്കെ കുറിച്ച് കണ്ടിട്ടുണ്ടാവും, കേട്ടിട്ടുണ്ടാവും. അപ്പോൾ ഇതാണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ കുറേ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു. ഇനി നമുക്കിവിടെ ഡിസ്കസ് ചെയ്യാനുള്ളത് വാട്ട് ആർ ദ കീ ഫീച്ചേഴ്സ്, അല്ലെങ്കിൽ നമുക്കിവിടെ കാണാൻ പറ്റുന്നത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ കീ ഫീച്ചേഴ്സ് ആണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത് ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്യുന്നത്. ഹായ് ആബിദ, ഹായ്. യെസ്, അപ്പോൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ കീ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. യെസ്. ഓക്കെ വന്ന ആൾക്കാരൊക്കെ പോയി ആ ലൈക്ക് ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്തോളി കേട്ടോ. വന്ന ആൾക്കാരൊക്കെ എന്ത് ചെയ്തോളി, ആ ലൈക്ക് ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്തോളി. യെസ്, അപ്പോൾ കീ ഫീച്ചേഴ്സ് എന്ന് പറയുമ്പോൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ കീ ഫീച്ചേഴ്സ് പറയുമ്പോൾ അതെങ്ങനെയാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ത് ചെയ്തിട്ടുള്ള ഫ്രെയിം ചെയ്തിട്ടുള്ള അതിനുള്ള പ്രോസസ്സും കാര്യങ്ങളും അതിനെടുത്തിട്ടുള്ള ഡേയ്സും കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാനുണ്ട്, ഒന്ന് നോക്കാനുണ്ട്. യെസ്, അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യണം, ജസ്റ്റ് ചെക്ക് ചെയ്യാനുണ്ട്. അതിനെടുത്തിട്ടുള്ള ഡേയ്സ് എത്രയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാനുണ്ട്, നോക്കാനുണ്ട്. അതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, യെസ്. ഞങ്ങൾ XYLEM ഇൻസ്റ്റിറ്റ്യൂഷനിൽ വന്നിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മളൊക്കെ കാണണ്ടേ, നമ്മളൊന്നും കണ്ടില്ലല്ലോ, വന്നിട്ട് പോയല്ലേ, വന്ന വഴിയിൽ തന്നെ പോയതാണെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ പറയുന്നത് യെസ്, ഇവിടെ നമുക്ക് കാണാൻ പറ്റും, ബൈ ദ ബിഗിനിങ് ഓഫ് ദ 20th century ദ ഇന്ത്യൻ നാഷണൽ മൂവ്മെന്റ് ഹാഡ് ബീൻ ആക്റ്റീവ് ഇൻ ദ സ്ട്രഗിൾ ഫോർ ഇൻഡിപെൻഡൻസ് ഫ്രോം ദ ബ്രിട്ടീഷ് റൂൾ ഫോർ സെവറൽ ഡിക്കേഡ്സ്. നമുക്കിവിടെ കാണാൻ പറ്റും 20th centuryൻ്റെ ബിഗിനിങ്ങിലൊക്കെ നമുക്ക് എന്ത് കാണാൻ പറ്റും, ഇന്ത്യയിൽ ആക്റ്റീവ്ലി തന്നെ ബ്രിട്ടീഷേഴ്സിന് അഗെയിൻസ്റ്റ് ആയിട്ടുള്ള മൂവ്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. എൻറ്റയർ ഇന്ത്യ അല്ലേ, ഇൻഡിപെൻഡൻറ്റ് മൂവ്മെൻറ്റ്സ് അല്ലെങ്കിൽ നമ്മൾ പറയുന്നുണ്ട് അല്ലേ, നമ്മുടെ ഫ്രീഡം മൂവ്മെൻറ്റ്സ് ഒക്കെ എന്ത് ചെയ്തിരുന്നു, എൻറ്റയർ ഇന്ത്യയിൽ ഉണ്ടായിരുന്നു. ബ്രിട്ടീഷേഴ്സിൻ്റെ കുറേ അധികം വർഷങ്ങളായിട്ട് അവർ നമ്മൾ ഗവേൺ ചെയ്യുന്നുണ്ട്, നമ്മൾ അവർ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പോൾ അതിനൊക്കെ അഗെയിൻസ്റ്റ് ആയിട്ടുള്ള റെസിസ്റ്റ്
റെസിസ്റ്റൻസ് ഇന്ത്യൻ പീപ്പിൾസിനിടയിൽ ഏത് കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുണ്ട്? ആ തുടക്കം മുതൽ തന്നെ ഉണ്ടായിട്ടുണ്ട്. എസ്പെഷ്യലി 20th സെഞ്ചുറിയിലൊക്കെ അത് കുറച്ചും കൂടി എന്തായിരുന്നു വിസിബിൾ ആയിരുന്നു, കുറച്ചും കൂടി എന്ത് ചെയ്യാൻ പറ്റും, നമുക്കത് കാണാൻ പറ്റും. ഡ്യൂറിംഗ് ദ ഫ്രീഡം സ്ട്രഗിൾ ദ ഇന്ത്യൻ നാഷണലിസ്റ്റ് ഹാഡ് ഡിവോട്ടഡ് എ ഗ്രേറ്റ് deal to time of to imagine planning what a free would be like, what a free India would be like നമ്മളോട് പറയുന്നുണ്ട്. ഈ പറയുന്ന ഫ്രീഡം മൂവ്മെൻറ്റ്സിനാണ് നമ്മുടെ ലീഡേഴ്സിന് എന്തുണ്ടായിരുന്നു? യെസ്, നമ്മൾ എന്തൊക്കെ എക്സ്പ്ലോയിറ്റേഷൻ സഫർ ചെയ്തിട്ടുണ്ടോ ഡ്യൂറിങ് ദ ബ്രിട്ടീഷ് റൂൾ അല്ലെങ്കിൽ കൊളോണിയൽ റൂൾ, ഇതിന് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള, അല്ലെങ്കിൽ നമ്മൾ ബ്രിട്ടീഷുകാർ കാലഘട്ടത്തിൽ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ കുറേ അധികം ട്രാജിക് കണ്ടീഷൻ ആയിരുന്നു, നമ്മൾ കുറേ എന്ത് ചെയ്തിട്ടുണ്ട്, അവർ ചൂഷണം ചെയ്തിട്ടുണ്ട്, നമ്മളെ കുറേ ഇടങ്ങേറാക്കിയിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇതൊക്കെ ഇല്ലാത്ത ഒരു സൊസൈറ്റി ആയിരിക്കണം. പീപ്പിൾസിന് കൂടുതൽ എന്ത് കിട്ടുന്ന, പീപ്പിൾസിന് കൂടുതൽ റൈറ്റ്സ് കിട്ടുന്ന, പീപ്പിൾസിന് കൂടുതൽ പവേഴ്സ് കിട്ടുന്ന, പീപ്പിൾസിന് കൂടുതൽ ഫ്രീഡം കിട്ടുന്ന ഒരു നാഷൻ ആയിരിക്കണം നമ്മൾ ബിൽഡ് ചെയ്യേണ്ടത് എന്ന് ആര് പ്രോപ്പറായിട്ട് തിങ്ക് ചെയ്തിട്ടുണ്ട്? നമ്മുടെ ലീഡേഴ്സൊക്കെ കൃത്യമായിട്ട് ചിന്തിച്ചിട്ടുണ്ട്. Then under the British they had been forced to obey rules that they had very little role in making. ബ്രിട്ടീഷുകാരുടെ ഭരണ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ബ്രിട്ടീഷ് റൂളിംഗ് ടൈമിൽ എന്ത് ചെയ്തിരുന്നു, അവർ എന്താ പറയുക, ഫോഴ്സ്ഫുള്ളി അവരുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് നമ്മൾ ഒബേ ചെയ്യണം. ബട്ട് നമുക്ക് എന്തുണ്ടായിരുന്നില്ല, ഡിസിഷൻ മേക്കിങ്ങിൽ ഒരു റോളും ഉണ്ടായിരുന്നില്ല. എന്താ സന്തോഷ് പറയൂ, സന്തോഷ് ജോസഫ് എന്താണ്, വാട്ട് ഈസ് യുവർ ഡൗട്ട്? യു ക്യാൻ കമൻറ്റ് യുവർ ഡൗട്ട്. യെസ് സന്തോഷ്, ഡൗട്ട് കമൻറ്റ് ചെയ്തോളൂ. യെസ്. അപ്പോൾ നമ്മൾ പറയുന്നത് ബ്രിട്ടീഷുകാരുടെ പീരീഡ് നമുക്ക് എന്ത് കാണാൻ പറ്റും? യെസ്, ഈ പറഞ്ഞതുപോലെ തന്നെ ലിമിറ്റഡ് ആയിട്ടുള്ള റൈറ്റ്സേ ഉണ്ടായിരുന്നില്ല. ലിമിറ്റഡ് ആയിട്ടുള്ള റൈറ്റ്സ് മാത്രമേ നമുക്ക് ഉണ്ടായിരുന്നുള്ളൂ. അതുപോലെ തന്നെ നമുക്ക് എന്താ പറയുക, ഈ പറയുന്ന റൂൾസ് ബ്രിട്ടീഷേഴ്സിനെ ഫോളോ ചെയ്യാമെന്ന് മാത്രമാണ്. അത് ഫോഴ്സ്ഫുള്ളി നമ്മൾ ഫോളോ ചെയ്യാന്നുള്ളതാണ്. അല്ലാതെ ഈ ലീഡേഴ്സിനെ സെലക്ട് ചെയ്യാനോ അല്ലെങ്കിൽ എന്താ പറയുക, വെരി ലിറ്റിൽ റോൾ ഇൻ മേക്കിംഗ് എന്ന് പറയുമ്പോൾ ലോ മേക്കിങ്ങിൽ നമുക്ക് റോളേ ഉണ്ടായിരുന്നില്ല. ലിറ്റിൽ റോള് മാത്രമാണ് ആർക്കുണ്ടായിരുന്നത്? ഇന്ത്യൻസിനുണ്ടായിരുന്നത്. ബാക്കിയെല്ലാം ആര് പറയും? ബ്രിട്ടീഷേഴ്സ് പറയും നമ്മൾ അവരെ ഫോളോ ചെയ്യണം, നമ്മൾ അവരെ ഒബേ ചെയ്യണം. ഇങ്ങനൊരു സിറ്റുവേഷൻ ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ഇങ്ങനത്തെ സിറ്റുവേഷനൊക്കെ ഓവർകെയിം ചെയ്തുകൊണ്ട് ഒരു ഫ്രീ ആയിട്ടുള്ള ഇന്ത്യയിൽ എങ്ങനെയായിരിക്കണം, എല്ലാ സിറ്റിസൺസിനും ഈക്വൽ റൈറ്റ്സ് കൊടുക്കുന്ന, ഈക്വൽ പവേഴ്സ് കൊടുക്കുന്ന, ഈക്വൽ ഡിഗ്നിറ്റി കൊടുക്കുന്ന, റൈറ്റ് ടു വോട്ട് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഡെമോക്രാറ്റിക്കൽ പ്ലാറ്റ്ഫോം ആയിരിക്കണം എന്ന് ആര് ഡിസൈഡ് ചെയ്തിരുന്നു? നമ്മുടെ റൂളേഴ്സ് അല്ലെങ്കിൽ നമ്മുടെ ലീഡേഴ്സ് ഡിസൈഡ് ചെയ്തിരുന്നു. ആഫ്റ്റർ ഇൻഡിപെൻഡൻസിന് ശേഷം നമ്മുടെ എങ്ങനെയായിരിക്കണം? യെസ്, എല്ലാ ആളുകൾക്കും സ്വാതന്ത്ര്യം കൊടുക്കുന്ന, എല്ലാ ആളുകൾക്കും അവകാശങ്ങൾ കൊടുക്കുന്ന ഒരു രാജ്യമായിരിക്കണം ഇന്ത്യ. അല്ലാതെ ബ്രിട്ടീഷുകാരുടെ കാലഘട്ടത്തിൽ നമ്മൾ ലോട്ട്സ് ഓഫ് എക്സ്പ്ലോയിറ്റേഷൻ നമ്മൾ സഫർ ചെയ്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ അത്തരത്തിലുള്ള ഒരു എക്സ്പ്ലോയിറ്റേഷനും ഇല്ലാത്ത ഒരു നാഷൻ ആയിരിക്കണം ആഫ്റ്റർ ഇൻഡിപെൻഡൻസ് എവിടെ ബിൽഡ് ചെയ്യേണ്ടത്, ഇന്ത്യയിൽ ബിൽഡ് ചെയ്യേണ്ടത് എന്ന് ആര് കൃത്യമായിട്ടും ബോധോ ചെയ്തിരുന്നു? നമ്മുടെ ലീഡേഴ്സ് തിങ്ക് ചെയ്തിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ലീഡേഴ്സ് എന്തൊക്കെയാണ് ചെയ്തത് എന്നുള്ളതാണ് നമുക്ക് നോക്കാനുള്ളത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് അവർ കോൺസ്റ്റിറ്റ്യൂഷൻ, നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ തന്നെയാണ്. ഓക്കെ, ഇവിടെ നമുക്ക് കാണാൻ പറ്റും ലോങ് എക്സ്പീരിയൻസ് ഓഫ് നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ അതോറിറ്റേറിയൻ റൂൾ അണ്ടർ ദ കൊളോണിയൽ സ്റ്റേറ്റ് കൺവിൻസ്ഡ് ഇന്ത്യൻസ് ദാറ്റ് ഫ്രീ ഇന്ത്യ ഷുഡ് ബി എ ഡെമോക്രസി ഇൻ വിച്ച് എവരിവൺ ഷുഡ് ബി ട്രീറ്റഡ് ഈക്വലി ആൻഡ് അലൗഡ് ടു പാർട്ടിസിപ്പേറ്റ് ഇൻ ഗവൺമെന്റ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തിരുന്നു? കുറേ കാലം നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഈ പറയുന്ന അതോറിറ്റേറിയൻ റൂൾ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ ബ്രിട്ടീഷ് റൂൾ അല്ലെങ്കിൽ ഈ പറയുന്ന ഒരു സിംഗിൾ ഹാൻഡിൽ പവർ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള റൂളൊക്കെ നമ്മൾ സഫർ ചെയ്തു. ഓക്കെ, ഇനി നമ്മൾ എന്തായിരിക്കണം? ആഫ്റ്റർ കൊളോണിയൽ റൂൾ വി ഷുഡ് മേക്ക് ഡെമോക്രസി. നമ്മൾ എന്തായിരിക്കണം? ഒരു ഡെമോക്രാറ്റിക്കൽ ഫോം ഓഫ് ഗവൺമെൻറ് എന്ത് ചെയ്യണം? നമുക്ക് ഫോം ചെയ്യണം എന്നുള്ളത് ആര് ഡിസൈഡ് ചെയ്തിരുന്നു? നമ്മുടെ ലീഡേഴ്സ് ഡിസൈഡ് ചെയ്തിരുന്നു. അവിടെ എല്ലാ ആളുകൾക്കും ഈക്വലി ട്രീറ്റ് ചെയ്യുന്ന, എല്ലാ ആളുകൾക്കും ഈ പറയുന്ന ലീഡേഴ്സിനെ സെലക്ട് ചെയ്യാനുള്ള പ്രോസസ്സിൽ, ആ പറയുന്ന ഇലക്ഷൻ എന്ന് പറയുന്ന പ്രോസസ്സിൽ എല്ലാ ആളുകൾക്കും ഈക്വൽ ഓപ്പർച്യൂണിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സിസ്റ്റം ഓഫ് ഗവൺമെൻറ് ആയിരിക്കണം എവിടെ ഉണ്ടാവേണ്ടത്? ഇന്ത്യയിൽ ഉണ്ടാവേണ്ടത് എന്ന് ആര് ഡിസൈഡ് ചെയ്തിരുന്നു? നമ്മുടെ ലീഡേഴ്സ് ഡിസൈഡ് ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ എന്ത് വരുന്നത്? എല്ലാ ആളുകൾക്കും റൈറ്റ്സ് വരുന്നത്, അതുപോലെ ഇലക്ഷൻ സിസ്റ്റം വരുന്നത്, പാർലമെന്ററി ഫോം ഓഫ് ഗവൺമെന്റ് വരുന്നത്. അതിനെക്കുറിച്ചൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ടും നെക്സ്റ്റ് സ്ലൈഡിൽ നമ്മൾ എന്ത് ചെയ്യും? ഡിസ്കസ് ചെയ്യും. What remained to be done then was to work out the ways which a democratic government would be set up in India that rules that determines its functions. നമുക്കിവിടെ കാണാൻ പറ്റും ഇന്ത്യയിൽ നമ്മൾ എന്താണ് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പോകുന്നത്? ഒരു ഡെമോക്രാറ്റിക് ഗവൺമെൻറ് ആണ് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പോകുന്നത്. അവിടെ കൃത്യമായിട്ട് നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ എന്തിൻ്റെ ബേസിൽ തന്നെയാണ് ഫംഗ്ഷൻസ് അല്ലെങ്കിൽ അതിൻ്റെ എന്താ പറയുക ഡ്യൂട്ടീസ്, ഈ പറയുന്ന ഡെമോക്രാറ്റിക് വേയിൽ കൂടെ തന്നെയായിരിക്കും എന്ത് ചെയ്യുക, അത് റൺ ചെയ്യുക എന്ന് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, ഇത്രയൊന്നും മക്കൾ പോരട്ടെ. നമ്മുടെ സ്ട്രെങ്ത് ഇതൊന്നും അല്ല മക്കൾ, ഇതാണ് നമ്മുടെ സ്ട്രെങ്ത്. നമ്മുടെ ഫസ്റ്റ് പാർട്ട് കാണുമ്പോൾ ഐ തിങ്ക് നമ്മൾ
നമ്മളൊരു 45-46 ഒക്കെ സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു. ബട്ട് ഇവിടെ നമ്മൾ നോക്കുന്ന സമയത്ത് വളരെ മിനിമം നമ്പർ മാത്രമേ കാണാൻ പറ്റുന്നുള്ളൂ. സൺഡേ ആയതുകൊണ്ട് കിടന്നുറങ്ങിയോ എല്ലാവരും? മാക്സിമം നിങ്ങളുടെയൊക്കെ ക്ലാസ് പഠിക്കുന്ന എല്ലാ ചങ്ങായിമാർക്കും എന്ത് ചെയ്തോളൂ മക്കൾ, ലൈവിൻ്റെ ലിങ്ക് എന്ത് ചെയ്യുക, ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതാണോ നമ്മുടെ പവർ, ഇതാണോ നമ്മുടെ ക്ലാസ്, ഇതാണോ നമ്മുടെ 8th CBSE പവർ? ഇതൊന്നും ആയിരിക്കരുത് 8th CBSE പവർ അല്ലേ? മാക്സിമം ചങ്ങായിമാരിലേക്ക് എന്ത് ചെയ്യുക, ലൈവിൻ്റെ ലിങ്ക് അങ്ങോട്ട് ഷെയർ ചെയ്ത് കൊടുക്കട്ടെ മക്കളെ. സൺഡേ ആണെന്ന് വെച്ചിട്ട് എല്ലാം കിടന്നുറങ്ങാണോ? ആരുടെ? ഉറങ്ങാണോ മക്കളെ? ഇപ്പോഴും ഉറങ്ങാണോ? കമന്റ് ബോക്സിൽ ഉറങ്ങാണോ? Then ഇവിടെ നമുക്ക് കാണാൻ പറ്റും, this was done by not by one person but by a group of around 300 people who became members of the Constituent Assembly in 1946 and who met periodically for the next 3 years to write India's constitution. ഇവിടെ നമുക്ക് കാണാൻ പറ്റും, ഇതൊരു സിംഗിൾ പേഴ്സൺ തീരുമാനിച്ചാൽ എന്ത് ചെയ്യാൻ പറ്റില്ല, ഇത്തരത്തിലുള്ള ചേഞ്ചസ് ഒന്നും ഇന്ത്യയിൽ നടപ്പിലാക്കാൻ പറ്റില്ല അല്ലേ? ഡെമോക്രസി ഫോം ചെയ്യണം, ഇതിനെ എല്ലാ ആളുകളെയും അക്സെപ്റ്റ് ചെയ്യണം, എല്ലാ ആളുകളെയും അക്കോമഡേറ്റ് ചെയ്യണം. ഇതൊരു സിംഗിൾ പേഴ്സൺ ഡിസൈഡ് ചെയ്താൽ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ഫ്രെയിം ചെയ്യാന്ന് പറഞ്ഞാൽ പോസിബിൾ അല്ല. അതുകൊണ്ട് തന്നെ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾസ് തന്നെ എന്താ പറയുക, ഓൾമോസ്റ്റ് 300 ഓഫ് മെമ്പേഴ്സ്, അറൌണ്ട് 300 മെമ്പേഴ്സ് എന്തിനുണ്ടായിരുന്നു? സാർ ഞാൻ ഇത്തിരി ലേറ്റ് ആയെന്ന് പറഞ്ഞിട്ട് ഒത്തിരി ലേറ്റ് ആയോ എന്ന് എനിക്ക് ഡൗട്ട് ഉണ്ട് കേട്ടോ. ഏതു ഓക്കെ അവിടെ നമ്മൾ പറയുന്നത് അറൌണ്ട് 300 മെമ്പേഴ്സ് എന്തിനുണ്ടായിരുന്നു, ഈ ഒരു കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിൽ ഉണ്ടായിരുന്നു 1946 ഫോം ചെയ്തതിന് ശേഷം. അതിനുശേഷം 3 years ആണ് ഇതിനുവേണ്ടി അവർ വർക്ക് ചെയ്തത്. മക്കൾ നോക്കണം, ഹ്യൂജ് ഇയേഴ്സ് അല്ലേ? നമ്മൾ നോക്കുകയാണെങ്കിൽ 3 years എന്നൊക്കെ പറയുമ്പോൾ 3 വർഷം അല്ലേ, ഒരു ഗ്രാജുവേഷനുള്ള ടൈമായി. അത്രയും വർഷമാണ് ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ഫ്രെയിം ചെയ്യാൻ വേണ്ടി നമ്പർ ഓഫ് പീപ്പിൾസ് അല്ലെങ്കിൽ അറൌണ്ട് 300 ഓഫ് പീപ്പിൾസ് എന്ത് ചെയ്യുന്നത്, സ്പെൻഡ് ചെയ്യുന്നത്. അവരുടെ ഡേയ്സ് ആൻഡ് നൈറ്റ്സ് ഒക്കെ അവരെന്തിന് സ്പെൻഡ് ചെയ്യാണ്, ഈ പറഞ്ഞ കോൺസ്റ്റിറ്റ്യൂഷൻ ഫ്രെയിം ചെയ്യാൻ വേണ്ടി സ്പെൻഡ് ചെയ്യാണ്. അതായത് അത്രത്തോളം ഡിബേറ്റ്സും അത്രത്തോളം മീറ്റിംഗ്സും അത്രത്തോളം ഡിസ്കഷനും അത്രത്തോളം ക്രിറ്റിസിസം എല്ലാം ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാം കഴിഞ്ഞ ശേഷമാണ് എന്ത് ഫോം ചെയ്യുന്നത്, ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ഫോം ചെയ്യുന്നത്. ഓക്കെ, ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ഫോം ചെയ്യാന്ന് പറയുമ്പോൾ ഒരു ബുക്ക് എടുക്കുക, 4 അക്ഷരം എഴുതുക, അത്രയാണോ ഉള്ളത്? അല്ല, അതെല്ലാ ആളുകളും എങ്ങനെയാണത് ഇൻഫ്ലുവൻസ് ചെയ്യുക, എല്ലാ ആളുകൾക്കും അതിൽ എത്രത്തോളം കോൺസിക്വൻസസ് ഫേസ് ചെയ്യേണ്ടി വരും, എല്ലാ ആളുകൾക്കും അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റണം, എല്ലാ ആളുകൾക്കും അക്സെപ്റ്റബിൾ ആയിരിക്കണം, എല്ലാ കാറ്റഗറി ഓഫ് പീപ്പിൾസിനെയും ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് നമുക്കൊരു കോൺസ്റ്റിറ്റ്യൂഷൻ ഫ്രെയിം ചെയ്യുക അല്ലേ? അല്ലാതെ ഒരു ബുക്ക് എടുക്കുക, എന്നാൽ പിന്നെ നമുക്ക് എങ്ങനെ എഴുതി കൊടുക്കുക, ഇങ്ങനെ അങ്ങോട്ട് എഴുതി കൊടുക്കുക, കുറച്ച് അവകാശങ്ങൾ ഇരുന്നോട്ടെ, എന്നാ നിങ്ങൾക്ക് കുറച്ച് അവകാശങ്ങൾ, എന്നാ പിടിച്ചോ കുറച്ച് അവകാശങ്ങൾ, എന്നാ പിടിച്ചോ കുറച്ച് ഡ്യൂട്ടീസ്, ഇന്ന പിടിച്ച കുറച്ച് സെക്യുലറിസം, ഇങ്ങനെ കൊടുക്കാൻ പറ്റുമോ? ഇല്ല. പ്രോപ്പറായിട്ട് എന്ത് വേണം, അതിന് പ്രോപ്പറായിട്ടുള്ള ഡിസ്കഷൻ വേണം, പ്രോപ്പറായിട്ടുള്ള ഡിബേറ്റ്സ് വേണം. ഇങ്ങനെ കുറേ അധികം പ്രോസസ്സിലൂടെയാണ് നമുക്ക് വേണ്ടി എന്ത് ഫ്രെയിം ചെയ്തിട്ടുള്ളത്, ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ഇന്ത്യക്ക് വേണ്ടി ഫ്രെയിം ചെയ്തിട്ടുള്ളത് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇത് അത്ര ഈസി ടാസ്ക് ആയിരുന്നില്ല. അതുകൊണ്ട് തന്നെ കുറേ അധികം ഡേയ്സ് ആര് സ്പെൻഡ് ചെയ്തിട്ടുണ്ട്, നമ്മുടെ ലീഡേഴ്സ് സ്പെൻഡ് ചെയ്തിട്ടുള്ളതായിട്ട് നമുക്ക് കാണാൻ പറ്റും. Then these members of the Constituent Assembly had a huge task before them. The country was made up of several different communities who speak different languages, belong to different religion and distinct cultures. നമ്മളോട് പറയുന്നുണ്ട്, ഇന്ത്യ എന്ന് പറയുന്ന നാഷനിൽ പീപ്പിൾസ് എന്ന് പറയുന്നത് ഡിഫറെൻറ്റ് ലാംഗ്വേജ് സ്പീക്കേഴ്സ് ആണ്, ഡിഫറെൻറ്റ് കമ്മ്യൂണിറ്റീസ് ആണ്, ഡിഫറെൻറ്റ് റിലീജിയസ് പീപ്പിൾസ് ആണ്. ഇവരെല്ലാ ആളുകളും എന്ത് ചെയ്യാൻ പറ്റണം, അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റണം. ഈ എല്ലാ കാറ്റഗറി ഓഫ് പീപ്പിൾസിനും എന്ത് ചെയ്യാൻ പറ്റണം, ആക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ആയിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഫ്രെയിം ചെയ്യേണ്ടത്. എല്ലാ ആളുകളും എന്ത് ചെയ്യാൻ പറ്റണം, നമുക്ക് അതിൽ അഡ്രസ്സ് ചെയ്യാൻ പറ്റണം. അതുകൊണ്ട് തന്നെ ഇതൊരു ഹ്യൂജ് ടാസ്ക് തന്നെയായിരുന്നു ആർക്ക്, നമ്മുടെ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിലെ മെമ്പേഴ്സിന് നമുക്ക് കാണാൻ പറ്റും. ഓൾസോ when the constitution was being written, India was going through considerable turmoil. The partition of the country into India and Pakistan was imminent. Some of the princely states remained undecided about their future and the socio-economic condition of the vast mass of people appeared dismal. നമ്മളോട് പറയുന്നുണ്ട്, ഈ ടൈമിൽ ഇന്ത്യ എന്ന് പറയുന്നത് ഒരു വലിയൊരു ട്രാജിക് കണ്ടീഷനിലൂടെ കടന്നു പോവാണ്. ഇന്ത്യ പാക് പാർട്ടീഷൻ ബേസ്ഡ് ഓൺ റിലീജിയൻ എന്ത് ചെയ്യുന്നുണ്ട്, ഇന്ത്യയും പാകിസ്ഥാനും എന്നിങ്ങനെ രാജ്യങ്ങളെ രണ്ടായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, മുറിച്ചു മാറ്റുന്നുണ്ട്. പിന്നെയോ സം ഓഫ് പ്രിൻസ്ലി സ്റ്റേറ്റ് എന്ത് ഡിസൈഡ് ചെയ്യുന്നില്ല, നമ്മൾ ഇന്ത്യയിൽ ചേരണോ, നമ്മൾ പാകിസ്ഥാനിൽ ചേരണോ, അല്ലെങ്കിൽ നമ്മളിവിടെ ഇൻഡിപെൻഡൻ്റ് ആയി നിൽക്കണോ എന്ന് ഡിസൈഡ് ചെയ്യാത്ത കുറേ പ്രിൻസ്ലി സ്റ്റേറ്റ്സ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇക്കണോമിക് സോഷ്യൽ കണ്ടീഷൻ നോക്കുകയാണെങ്കിൽ വളരെ ട്രാജിക് ആയിരുന്നു, വളരെ എന്താ പറയുക മോശമായിട്ടുള്ള സാമ്പത്തിക അവസ്ഥയായിരുന്നു ഇന്ത്യയിൽ ഉണ്ടായിരുന്നത്. ഈ സമയത്താണ് നമ്മൾ എന്ത് ഫ്രെയിം ചെയ്യേണ്ടത്, കോൺസ്റ്റിറ്റ്യൂഷൻ ഫ്രെയിം ചെയ്യേണ്ടത്. ഓക്കെ, അത് വലിയ ഈസി ടാസ്ക് ആയിരുന്നില്ല. കാരണം ഇന്ത്യയിൽ പീപ്പിൾസിനിടയിൽ കുറേ അധികം പ്രോബ്ലംസ് നിലനിൽക്കുന്നുണ്ട്. ഇന്ത്യയിൽ സിവിൽ വാർ പോലെയുള്ള അല്ലെങ്കിൽ ഈ പറഞ്ഞ റിലീജിയസ് ബേസ്ഡ് 2 കാറ്റഗറി ഓഫ് പീപ്പിൾസ് രണ്ടായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, സ്പ്ലിറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. ഇന്ത്യ പാകിസ്ഥാൻ എന്നിങ്ങനെ പാർട്ടീഷൻ നടക്കുന്നുണ്ട്. ഇങ്ങനെ കുറേ അധികം പ്രോബ്ലംസ് നിൽക്കുന്ന സമയത്താണ് നമ്മുടെ ഈ പറയുന്ന കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിൽ മെമ്പേഴ്സ് കഷ്ടപ്പെട്ട് ഇന്ത്യക്ക് വേണ്ടി എന്ത് പ്രിപ്പയർ ചെയ്യുന്നത്, ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ അവർ എന്തിനെ കുറിച്ചും കൂടി ബോധേഡാണ്, ഈ പറയുന്ന കമ്മ്യൂണൽ വയലൻസിനെ കുറിച്ച് കൂടി അവർ ബോധേഡാണ്. അപ്പോൾ അത്തരത്തിലുള്ള സിറ്റുവേഷൻ ഇനി
റിപ്പീറ്റ് ചെയ്യാതിരിക്കാൻ അത്രയും പ്രോപ്പറായിട്ടുള്ള അത്രയും പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ആയിരിക്കണം എവിടെ ഉണ്ടാവേണ്ടത്, ഇന്ത്യയിൽ ഉണ്ടാവേണ്ടത് അല്ലേ. അല്ലാതെ നമ്മൾ പറയുന്ന പോലെ തന്നെ ഒരു പെർട്ടിക്കുലർ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾസിനോ അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ ലിംഗ്വിസ്റ്റിക് ഗ്രൂപ്പ്സിനോ എന്ത് ചെയ്യുക ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ഇന്ത്യയിൽ ഫ്രെയിം ചെയ്യാൻ പറ്റുമോ? ഇല്ല. എല്ലാ ആളുകളും എന്ത് ചെയ്യാൻ പറ്റണം? അക്സെപ്റ്റ് ചെയ്യാൻ പറ്റണം. എല്ലാ ആളുകളും എന്ത് ചെയ്യാൻ പറ്റണം? അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റണം. അങ്ങനെ ഒരു കോൺസ്റ്റിറ്റ്യൂഷനാണ് ആർക്ക് വേണ്ടത്? നമുക്ക് വേണ്ടത്, ഇന്ത്യക്ക് വേണ്ടത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല ടാസ്ക് ആയിരുന്നു ആരുടെ? നമ്മുടെ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിലെ മെമ്പേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യക്ക് വേണ്ടി ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ഫ്രെയിം ചെയ്യുക എന്ന് പറയുന്നത്. All of these issues played on minds of the members of the Constituent Assembly as they drafted the Constitution. ഈ പറയുന്ന കാര്യങ്ങളൊക്കെ അവരുടെ മൈൻഡിലുണ്ടായിരുന്നു. കോൺസ്റ്റിറ്റ്യൂഷൻ പ്രിപ്പയർ ചെയ്യുമ്പോൾ അവരെന്ത് ചെയ്തിരുന്നു? ഇതൊക്കെ നോക്കണം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കണം അല്ലേ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് വേണം ഇന്ത്യക്ക് വേണ്ടി ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ഫ്രെയിം ചെയ്യാൻ. എല്ലാ ആളുകളെയും അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റണം. എല്ലാ റിലീജിയസ്, ലിംഗ്വിസ്റ്റിക്, ഡിഫറെൻറ്റ് കൾച്ചർ പീപ്പിൾസിനൊക്കെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റണം എന്ന് ആര് തിരിച്ചറിഞ്ഞിരുന്നു? നമ്മുടെ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിലെ മേക്കേഴ്സ് അല്ലെങ്കിൽ മെമ്പേഴ്സ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി എന്ത് തിരിച്ചറിഞ്ഞിരുന്നു? ഇന്ത്യക്ക് വേണ്ടി ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ചുമ്മാ അങ്ങോട്ട് ഉണ്ടാക്കിയ പോരാ. ബിക്കോസ് ഇന്ത്യ എന്ന് പറയുന്നത് നമുക്കിവിടെ കാണാൻ പറ്റും ഏറ്റവും ബിഗ്ഗസ്റ്റ് ഡെമോക്രാറ്റിക് കൺട്രിയാണ് ഇന്ത്യ. അപ്പോൾ ഏറ്റവും ഡിഫറെൻറ്റ് കാറ്റഗറി ഓഫ് പീപ്പിൾസ് ഉള്ള അല്ലെങ്കിൽ നമുക്ക് അറിയാൻ പറ്റുന്നത് ഡൈവേഴ്സിറ്റി ഓഫ് പീപ്പിൾസ് എവിടെ നമുക്ക് കാണാൻ പറ്റും? ഇന്ത്യയിൽ കാണാൻ പറ്റും. ഇവരൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം? ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റണം. ഇവരുടെ ഇടയിൽ എന്തുണ്ടാവാൻ പാടില്ല? ഒരു ശത്രുത ഒന്നും ഉണ്ടാവാൻ പാടില്ല. ഇവരൊക്കെ നമുക്ക് എങ്ങോട്ട് കൊണ്ടുപോകണം? എല്ലാ കാലത്തും ഒന്നിച്ച് ഐക്യത്തോടെ യൂണിറ്റിയോടെ എന്ത് ചെയ്യണം? മുമ്പോട്ട് കൊണ്ടുപോകണം. അപ്പോൾ അതിന് ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള എന്ത് വേണം? കോൺസ്റ്റിറ്റ്യൂഷൻ വേണ്ടേ മക്കളെ? വേണം. Yes. Then there was the occasion that and gave contributionary document that reflects the respect for maintaining diversity while preserving national unity. അപ്പോൾ ഈ പറയുന്ന ഡൈവേഴ്സിറ്റിയുടെ എന്താ പറയുക എല്ലാ ആളുകളെയും അവരുടെ എല്ലാ ഇമോഷൻസിനെയും അവരുടെ എല്ലാ ഇൻട്രസ്റ്റിനെയും റെസ്പെക്ട് ചെയ്തുകൊണ്ട് നാഷണൽ യൂണിറ്റിയെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് തന്നെയാണ് എന്ത് പ്രോപ്പറായിട്ട് പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്? ഇന്ത്യക്ക് വേണ്ടി ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ പ്രിപ്പയർ ചെയ്തിട്ടുള്ളത് നമുക്ക് കാണാൻ പറ്റും. Then the final document also reflects their concern for eradicating poverty through socio-economic reforms as well as emphasizing of crucial role the peoples can play in the choosing their representatives. അതുപോലെ തന്നെ ഇവിടെ നമ്മുടെ ഇറാഡിക്കേറ്റിംഗ് മീൻസ് നമ്മൾ എന്ത് ചെയ്യുക? എടുത്ത് കളയുക അല്ലെങ്കിൽ എന്ത് ചെയ്യുക? നമ്മുടെ ഈ പറഞ്ഞ പോവർട്ടി സിറ്റുവേഷൻ നമ്മൾ എന്ത് ചെയ്യുക? സോൾവ് ചെയ്യുക. ഓക്കെ, പോവർട്ടി പോലുള്ള സിറ്റുവേഷൻ ഉണ്ടായിരുന്നു ഇന്ത്യയിൽ. അപ്പോൾ ആ പോവർട്ടി എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല? എസെൻഷ്യൽ കമോഡിറ്റീസ് പോലും എന്ത് ചെയ്യാൻ പറ്റുന്നില്ല? കൺസ്യൂം ചെയ്യാൻ പറ്റാത്ത അവസ്ഥ എവിടെ ഉണ്ടായിരുന്നു? നമ്മുടെ ഇന്ത്യയിൽ ഉണ്ടായിരുന്നു. അപ്പോൾ അത്തരത്തിലുള്ള സിറ്റുവേഷനൊക്കെ എന്ത് ചെയ്യണം? സോൾവ് ചെയ്യണം. അതിനുവേണ്ടി പുതിയൊരു സോഷ്യോ ഇക്കണോമിക് റീഫോംസ് എവിടെ കൊണ്ടുവരണം? ഇന്ത്യയിൽ കൊണ്ടുവരണം. അതുപോലെ തന്നെ നമ്മുടെ റെപ്രസെൻറ്റേറ്റീവ്സിനെ നമുക്ക് ചൂസ് ചെയ്യുന്ന രീതിയിൽ നമ്മളെ ആര് ഗവേൺ ചെയ്യണമെന്ന് നമ്മൾ തീരുമാനിക്കുന്ന രീതിയിലുള്ള ഒരു ഗവൺമെൻറ് എവിടെ എസ്റ്റാബ്ലിഷ് ചെയ്യണം? ഇന്ത്യയിൽ എസ്റ്റാബ്ലിഷ് ചെയ്യണം എന്നൊക്കെ ആര് ഡിസൈഡ് ചെയ്തിരുന്നു? നമ്മുടെ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിലെ മെമ്പേഴ്സ് ഡിസൈഡ് ചെയ്തിരുന്നു. ഓക്കെ, ഇത്ര പറഞ്ഞ കാര്യങ്ങൾ ഓക്കെയാണ്. ഒരു പോയിന്റും കൂടി പറഞ്ഞിട്ട് ഞാൻ ചോദിക്കാം, അതായിരിക്കും ബെറ്റർ എന്ന് തോന്നുന്നുണ്ട്. ഓക്കെ ഓക്കെ, ഒരു പോയിന്റ് കൂടി പറഞ്ഞിട്ട് ഞാൻ ചോദിക്കട്ടോ. ഓക്കെ, യെസ് ബാബ നമുക്കിവിടെ കാണാൻ പറ്റും. ബാബ സാഹേബ് ഡോക്ടർ ബി ആർ അംബേദ്കർ ഇസ് നോൺ ആസ് എ ഫാദർ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ഡോക്ടർ ബി ആർ അംബേദ്കർ ആണ് എന്ത് പേരിൽ അറിയപ്പെടുന്നത്? ഫാദർ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന പേരിൽ അറിയപ്പെടുന്നത് നമുക്ക് കാണാൻ പറ്റും. ദെൻ ഡോക്ടർ അംബേദ്കർ ബിലീവ് ദാറ്റ് ഹിസ് പാർട്ടിസിപ്പേഷൻ ഇൻ ദ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി ഹെൽപ്ഡ് ദ ഷെഡ്യൂൾഡ് കാസ്റ്റ് ഗെറ്റ് സം സേഫ് ഗാർഡ് ഇൻ ദ ഡ്രാഫ്റ്റ് കോൺസ്റ്റിറ്റ്യൂഷൻ. നമുക്കറിയാൻ പറ്റും ഷെഡ്യൂൾഡ് കാസ്റ്റ്, ഷെഡ്യൂൾഡ് ട്രൈബ്സ് അല്ലെങ്കിൽ പറയുന്ന ബാക്ക്വേർഡ് കാസ്റ്റിനും ഒക്കെ വേണ്ടി ഏറ്റവും കൂടുതൽ എന്താ പറയുക ഫൈറ്റ് ചെയ്തിട്ടുള്ള ഒരു ലീഡർ കൂടിയാണ് ആര്? നമുക്ക് കാണാൻ പറ്റും ഡോക്ടർ ബി ആർ അംബേദ്കർ അല്ലേ. ഓക്കെ, അപ്പോൾ ഡോക്ടർ ഇമിനൻറ്റ് എന്തുവാ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഇമിനൻറ്റ് മീൻസ് നമ്മൾ പറയില്ല തലക്ക് മീതെ നിൽക്കുന്ന അവസ്ഥ എന്നൊക്കെ പറയില്ല, അതാണ് ഉദ്ദേശിക്കുന്നത്. യെസ്, ഇമിനൻറ്റ് വേർഡ് നമ്മളിവിടെ യൂസ് ചെയ്തു. യെസ്, ഈ പറയുന്ന ഇവിടെ ഇമിനൻ്റ് ഉദ്ദേശിക്കുന്നത് ഇന്ത്യ പാകിസ്ഥാൻ പാർട്ടീഷൻ എന്ത് ചെയ്തിട്ടുണ്ട്? യെസ്, അത്തരത്തിലുള്ള ഒരു രൂക്ഷമായിട്ടുള്ള സാഹചര്യം എന്നൊക്കെയാണ് അവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഓക്കെ, യെസ്, എവിടെ നമ്മളെത്തിയത്? യെസ്, അപ്പോൾ ഇവിടെ ഷെഡ്യൂൾഡ് കാസ്റ്റ്, ഷെഡ്യൂൾഡ് ട്രൈബ്സിനൊക്കെ അല്ലെങ്കിൽ ഷെഡ്യൂൾഡ് കാസ്റ്റിനൊക്കെ എന്താ പറയുക അവരുടെ സേഫ് ഗാർഡും ഒക്കെ എൻഷോർ ചെയ്യണം എന്ന് ആര് ഡിസൈഡ് ചെയ്തിരുന്നു? നമ്മുടെ ഫാദർ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ചീഫ് ആർക്കിടെക്ട് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്ന നമ്മുടെ എന്താണ് അംബേദ്കർ, ഡോക്ടർ ബി ആർ അംബേദ്കർ എന്ത് ചെയ്തിരുന്നു? ഡിസൈഡ് ചെയ്തിരുന്നായിട്ട് നമുക്ക് കാണാൻ പറ്റും. ദെൻ നമ്മളിവിടെ ഇനി പ്രധാനമായിട്ട് നോക്കാനുള്ളത് ഫാദർ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് ചോദിക്കാം. ആ ഒരു ക്വസ്റ്റ്യൻ മക്കൾക്ക് എന്ത് ചെയ്യാം? എക്സ്പെക്ട് ചെയ്യാം. അപ്പോൾ ആ ഒരു ക്വസ്റ്റ്യൻ ആൻസർ എന്ന് പറയുന്നത് ഡോക്ടർ ബി ആർ അംബേദ്കർ ആണ്. ഇനി നമുക്കിവിടെ പ്രധാനമായിട്ടും ഇന്നത്തെ ക്ലാസ്സിൽ പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്യാനുള്ളത് അല്ലെങ്കിൽ ഈ ഭാഗത്ത് നിങ്ങൾക്ക് എക്സാമിനൊക്കെ വരുന്ന ഒരു പോർഷനാണ് എന്ത്? യെസ്, വാട്ട് ആർ ദ കീ ഫീച്ചേഴ്സ് ഓഫ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ? ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ കീ ഫീച്ചേഴ്സ് എന്താണ്? ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം മക്കളെ, ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, അപ്പോൾ വാട്ട് ആർ ദ കീ ഫീച്ചേഴ്സ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് ആൻസർ പറയണം. യെസ്, ഫസ്റ്റ് വൺ നമുക്ക് കാണാൻ പറ്റുന്നത് ഒന്നാമതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത് ഫെഡറലിസം ആണ്. ഫെഡറലിസം.
അതിനു മുമ്പ് ഞാൻ ചോദിക്കാണ്, ഇതുവരെ എടുത്ത കാര്യങ്ങൾ ഓക്കെ ആണോ, സെറ്റ് ആണോ? ഓക്കെ ആണ്, സെറ്റ് ആണെങ്കിൽ ഒരു സിംഗിൾ ഫയർ അങ്ങോട്ട് കമന്റ് ബോക്സിൽ ഇടാം. ഞാൻ കൗണ്ടിൽ അത്ര സാറ്റിസ്ഫൈഡ് അല്ല, പക്ഷേ ഇപ്പോൾ വന്ന മക്കളൊക്കെ എന്ത് ചെയ്യുക, സിംഗിൾ ഫയർ അങ്ങോട്ട് കമന്റ് ബോക്സിൽ ഇടാം. ഓക്കെ ആണ്, സെറ്റ് ആണെങ്കിൽ എന്ത് ചെയ്യുക, കമന്റ് ബോക്സിൽ ഒരു സിംഗിൾ ഫയർ ഇടാം മക്കളെ. യെസ്. ഇനി നമുക്ക് നോക്കാനുള്ളത് കീ ഫീച്ചേഴ്സ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ്. അതിനു മുമ്പ് ഇപ്പൊ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓക്കെ ആണ്, സെറ്റ് ആണ്, റെഡിയാണ്, സെറ്റുമസ് ആണെങ്കിൽ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് കമന്റ് ബോക്സിൽ ഒരു ഫയർ. യെസ് 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 യെസ്. അപ്പോൾ അത് കഴിഞ്ഞ് അത് കണ്ടുകൊണ്ട്, ആ കത്തുന്ന കമന്റ് ബോക്സ് കണ്ടുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യണം, അടുത്ത ടോപ്പിക് എടുക്കണം, കീ ഫീച്ചേഴ്സ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എടുക്കണം. അപ്പോൾ ഓക്കെ ആയോ സെറ്റ് ആയോ എന്നൊക്കെ മക്കൾ എന്ത് ചെയ്യുക, യെസ് കമന്റ് ബോക്സിൽ അറിയിക്കട്ടോ. ഓക്കെ, സെറ്റാണെന്ന് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് നോക്കാനുള്ളത് കീ ഫീച്ചേഴ്സ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. അതിൽ ഫസ്റ്റ് വൺ ആണെന്ത്, ഫെഡറലിസം. എന്താണ് ഫെഡറലിസം? പവർ ഷെയർ ബിറ്റ്വീൻ ഡിഫറെൻറ്റ് ലെവൽ ഓഫ് ഗവൺമെൻറ് ആണ് നമുക്ക് എന്തിൽ കാണാൻ പറ്റുന്നത്, ഫെഡറലിസത്തിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. ഓക്കെ, അപ്പോൾ ഡിഫറെൻറ്റ് ലെവൽ ഓഫ് ഗവൺമെൻറ്റിലൂടെ പവർ ഷെയർ ചെയ്യുന്ന ഒരു മെത്തഡാണ് എന്ത് മക്കളെ, ഫെഡറലിസം എന്ന് നമുക്ക് കാണാൻ പറ്റും. ഡിഫറെൻറ്റ് ആയിട്ടുള്ള എന്താ പറയുക ലെവൽസ് ഓഫ് ഗവൺമെൻറ് ഉണ്ട്. ആ ഡിഫറെൻറ്റ് ലെവൽ ഓഫ് ഗവൺമെൻറ്റിലൂടെ പവർ ഷെയർ ചെയ്യുന്ന ഒരു മെത്തഡിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, യെസ് ഫെഡറലിസം എന്ന് പറയുന്നത്. ഫെഡറലിസം. അപ്പോൾ ഫെഡറലിസം ഒക്കെ നമുക്ക് എന്ത് ചെയ്യാനുണ്ട്, ഡിസ്കസ് ചെയ്യാനുണ്ട്. ഇനി ഫെഡറലിസം ഒക്കെയാണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്, ഡിസ്കസ് ചെയ്യാനുള്ളത്. വാട്ട് ഇസ് ഫെഡറലിസം എന്നൊക്കെ നമുക്ക് എന്ത് ചെയ്യാനുണ്ട്, യെസ് ഡിസ്കസ് ചെയ്യാനുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഓക്കെ ആണ്, സെറ്റ് ആണെങ്കിൽ എന്ത് ചെയ്യുക, കമന്റ് ബോക്സിൽ ഓരോ ഫയർ അങ്ങോട്ട് ഇടുക. കമന്റ് ബോക്സ് എന്ത് ചെയ്യുക, ഫയർ ബോക്സ് ആക്കുക, അല്ലെങ്കിൽ ഫയർ കൊണ്ട് എന്ത് ചെയ്യുക, കമന്റ് ബോക്സ് അങ്ങോട്ട് നിറക്കുക. സെറ്റ് ആണ്, ഓക്കെ ആണെങ്കിൽ മാത്രം മക്കൾ എന്ത് ചെയ്യുക, കമന്റ് ബോക്സിൽ ഒന്ന് ഫയർ ഒക്കെ ഇട്ട് സെറ്റ് ആക്കുക. ഓക്കെ, യെസ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് നോക്കാം ഫെഡറലിസം. നമുക്ക് എന്താ ഫസ്റ്റ് നോക്കാനുള്ളത്, ഫെഡറലിസം എന്താണെന്നുള്ളതാണ്. ദിസ് റെഫേഴ്സ് ടു എക്സിസ്റ്റൻസ് ഓഫ് മോർ ദാൻ വൺ ലെവൽ ഓഫ് ഗവൺമെന്റ് ഇൻ ദ കൺട്രി. ഫെഡറലിസം മീൻസ് എന്താണ്, യെസ് ഒരു കൺട്രിയിൽ മോർ ദാൻ വൺ ലെവൽ ഓഫ് ഗവൺമെന്റ് ഉണ്ടാവും. മാളവിക, യെസ് പഞ്ചായത്ത് രാജൊക്കെ നമ്മൾ പറയാൻ പോവാണ് മക്കളെ. യെസ്, അപ്പോൾ ഇവിടെ നമ്മൾ പറയുന്നത് ഒരു കൺട്രിയിൽ മോർ ദാൻ വൺ ലെവൽ ഓഫ് ഗവൺമെന്റ് ഉണ്ടാവും. ദാറ്റ് മീൻസ് എന്താണ്, 3 ടയർ സിസ്റ്റമാണ് ഇന്ത്യയിലുള്ളത്. എത്രയാണ്, 3 ടയർ സിസ്റ്റം. സെൻട്രൽ ഗവൺമെന്റ് ഉണ്ട്, സ്റ്റേറ്റ് ഗവൺമെന്റ് ഉണ്ട്, ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ഉണ്ട്. ഇങ്ങനെ 3 ടയർ സിസ്റ്റമാണ് എവിടെ ഉള്ളത്, നമ്മുടെ ഇന്ത്യയിലുള്ളത് നമുക്ക് കാണാൻ പറ്റും. എത്ര ടയർ സിസ്റ്റമാണ്, 3 ടയർ സിസ്റ്റമാണ് ഇന്ത്യയിലുള്ളത് നമുക്ക് കാണാൻ പറ്റും. ഏതൊക്കെയാണ്, സെൻട്രൽ ഗവൺമെന്റ് ഉണ്ട്, സ്റ്റേറ്റ് ഗവൺമെന്റ് ഉണ്ട്, ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇൻ ഇന്ത്യ വി ഹാവ് ഗവൺമെന്റ് അറ്റ് 3 ലെവൽസ്, ദ സെൻട്രൽ, ദ സ്റ്റേറ്റ് ആൻഡ് ദ ലോക്കൽ ഗവൺമെന്റ്, ഓൾസോ കോൾഡ് പഞ്ചായത്തി രാജ്. നമ്മൾ ഈ പറയുന്ന ലോക്കൽ ഗവൺമെന്റിന് നമ്മൾ എന്തും കൂടി പറയാറുണ്ട്, പഞ്ചായത്തി രാജ്. ദാറ്റ് മീൻസ് നമ്മുടെ മുനിസിപ്പാലിറ്റി അല്ലെങ്കിൽ പഞ്ചായത്ത് പോലുള്ള സിസ്റ്റം. ഓക്കെ, അല്ലെങ്കിൽ ഡീസെൻട്രലൈസേഷൻ പ്രോഗ്രാം എന്നൊക്കെ നമ്മൾ ഫ്യൂച്ചറിൽ പഠിക്കാനുണ്ട്. ഇവിടെ നമ്മൾ അതൊന്നും പഠിക്കാനില്ല. ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത് 3 ലെവൽ ഓഫ് ഗവൺമെന്റ് ആണ്. ഇന്ത്യയിൽ എത്ര ലെവൽ ഓഫ് ഗവൺമെന്റ് ആണ് മക്കളെ, 3 ലെവൽ ഓഫ് ഗവൺമെന്റ് ആണ്. നമുക്ക് എന്തുണ്ട്, സെൻട്രൽ ഗവൺമെന്റ് ഇല്ലേ, നമ്മുടെ നരേന്ദ്രമോദി ഗവൺമെന്റ് ചെയ്യുന്ന സെൻട്രൽ ഗവൺമെന്റ് ഉണ്ട്, പിണറായി വിജയൻ ഗവൺമെന്റ് ചെയ്യുന്ന സ്റ്റേറ്റ് ഗവൺമെന്റ് ഉണ്ട്, അതുപോലെ തന്നെ ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ഉണ്ട്, അല്ലെ നമ്മുടേതായിട്ടുള്ള എന്തുണ്ട്, മുനിസിപ്പാലിറ്റി ഉണ്ട്, കോർപ്പറേഷൻ ഉണ്ട്. ഇങ്ങനെ ഇന്ത്യക്ക് 3 ടയർ ഓഫ് ഗവൺമെന്റ് ആണ് നമുക്ക് കാണാൻ പറ്റുന്നത്, അല്ലെങ്കിൽ 3 ലെവൽ ഓഫ് ഗവൺമെന്റ് ആണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഇനി ദ വാസ്റ്റ് നമ്പർ ഓഫ് കമ്മ്യൂണിറ്റീസ് ഇൻ ഇന്ത്യ മീൻ ദാറ്റ് എ സിസ്റ്റം ഓഫ് ഗവൺമെന്റ് നീഡഡ് ടു ബി ഡിവൈസ്ഡ് ദാറ്റ് ഡിഡ് നോട്ട് ഇൻവോൾവ് ഓൺലി പേഴ്സൺ സിറ്റിംഗ് അറ്റ് ദ ക്യാപിറ്റൽ സിറ്റി ഓഫ് ന്യൂ ഡൽഹി ആൻഡ് മേക്കിംഗ് ഡിസിഷൻ ഫോർ എവരി വൺ. ഇൻസ്റ്റീഡ് ഇറ്റ് വാസ് ഇമ്പോർട്ടൻറ്റ് ടു ഹാവ് അനദർ ലെവൽ ഓഫ് ഗവൺമെന്റ് ഇൻ ദ സ്റ്റേറ്റ് so that distance could be made for the പെർട്ടിക്കുലർ ഏരിയ. ഇവിടെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ക്യാപിറ്റൽ സിറ്റിയിൽ അല്ലെങ്കിൽ ന്യൂഡൽഹിയിൽ നിന്നുകൊണ്ട് ഒരാൾ എന്ത് ചെയ്യുക, ഇന്ത്യ എങ്ങനെ ഗവേൺ ചെയ്യണം, ഇന്ത്യയിലെ ഓരോ ഭാഗത്തും എന്തൊക്കെ ചെയ്യണം എന്ന് ഡിസൈഡ് ചെയ്താൽ പോരാ. ഇന്ത്യയിലെ ഓരോ ഏരിയയിലും എന്ത് വേണം, യെസ്. ഇപ്പം ഞാനൊരു സിമ്പിൾ എക്സാമ്പിൾ പറയാം. നമ്മുടെ നമ്മുടെ വീട്ടിൽ പോകുന്ന റോഡ് എന്ത് ചെയ്യുന്നുണ്ട്, കുഴിയുണ്ടെന്ന് വിചാരിക്കാം. നരേന്ദ്രമോദി അറിയണമെന്നില്ല, അല്ലെങ്കിൽ പിണറായി വിജയൻ അറിയണമെന്നില്ല. ഇത് ആർക്കറിയും, നമ്മുടെ വാർഡ് മെമ്പർക്ക് കറക്റ്റായിട്ട് അറിയും. അപ്പോൾ അതിനുള്ള സൊല്യൂഷൻ ആർക്ക് കണ്ടെത്താൻ പറ്റും, നമ്മുടെ ലോക്കൽ ലീഡേഴ്സിന് കണ്ടെത്താൻ പറ്റും, നമ്മുടെ വാർഡ് മെമ്പറിന് കണ്ടെത്താൻ പറ്റും, അല്ലെങ്കിൽ നമ്മുടെ ലോക്കൽ ലീഡേഴ്സിന് എന്ത് ചെയ്യാൻ പറ്റും, അത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അങ്ങനെ ഏറ്റവും താഴെത്തട്ടിൽ നിന്നുകൊണ്ട് ഏറ്റവും പീപ്പിൾസിലേക്ക് ഡയറക്റ്റായിട്ട് ഇറങ്ങിക്കൊണ്ട് പ്രോബ്ലത്തിന് സൊല്യൂഷൻ കണ്ടെത്താൻ ആർക്ക് പറ്റും, നമ്മൾ ഈ പറയുന്ന ലോക്കൽ ഗവൺമെന്റിന് പറ്റും. ദാറ്റ് മീൻസ് നമ്മുടെ ഈ പറയുന്ന പോലെ തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ എന്നൊക്കെ പറയും, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ, അതുപോലെ തന്നെ പഞ്ചായത്ത് എന്നൊക്കെ പറയും. അത്തരത്തിലുള്ള ഗവൺമെന്റിന് ഡയറക്റ്റ് ആയിട്ട് എന്തറിയും, അവിടുത്തെ പ്രോബ്ലംസ് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അപ്പോൾ ക്യാപിറ്റലിൽ നിന്നുകൊണ്ട് ഒരാൾ ഡിസൈഡ് ചെയ്തതിനേക്കാളും ബെറ്റർ എന്താണ്, ഇവിടുത്തെ പ്രോബ്ലം കൃത്യമായിട്ടും ആർക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും, അത് എക്സ്പീരിയൻസ് ചെയ്യുന്ന ആൾക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അപ്പോൾ അതിന് സൊല്യൂഷനും ആർക്ക് കിട്ടും, അവിടുത്തെ ലീഡേഴ്സിന് കിട്ടും. അതിന് സൊല്യൂഷനും ആർക്ക് കിട്ടും, അവിടുത്തെ ലീഡേഴ്സിന് എന്ത് ചെയ്യാൻ പറ്റും, കിട്ടും. അപ്പോൾ അങ്ങനെ ഒരു ഫെഡറൽ സിസ്റ്റമാണ് എവിടെ ഉള്ളത്, നമ്മുടെ രാജ്യത്തുള്ളത്, ഇന്ത്യയിലുള്ളത്. കംപ്ലീറ്റ് ഫെഡറൽ അല്ല, യൂണിറ്ററി സിസ്റ്റം. നമുക്കത് ഇൻ ഫ്യൂച്ചർ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. അപ്പോൾ നമുക്കിവിടെ ഫെഡറൽ സിസ്റ്റം അല്ലെങ്കിൽ ഫെഡറലിസം എന്ന് പറയുന്നത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഒരു കീ ഫീച്ചറായിട്ട് നമുക്ക് കാണാൻ പറ്റും.
While each state in India enjoy autonomy in exercising powers on certain issues, subjects of national concern, regard to all of these states follow the laws of the central government. നമ്മളോട് പറയുന്നത് ഇന്ത്യയിലെ എല്ലാ സ്റ്റേറ്റുകൾക്കും എന്തുണ്ട്, certain powers ഉണ്ട്, their own powers ഉണ്ട്. ഇന്ത്യയിലെ എല്ലാ സ്റ്റേറ്റിനും their own powers ഉണ്ട്. അറ്റ് ദ സെയിം ടൈം നാഷണൽ ആയിട്ടുള്ള ഇഷ്യൂ അല്ലെങ്കിൽ ടോട്ടലി എന്താ പറയുക ഈ പറയുന്ന ജനറൽ ഇഷ്യൂസ് ഉണ്ടാവും, എൻറ്റയർ കൺട്രിയെ ബാധിക്കുന്ന ഇഷ്യൂസ് ഉണ്ടാവും. അവിടെ സെൻട്രൽ ഗവൺമെൻറ് നമ്മൾ എന്ത് ചെയ്യണം, ഫോളോ ചെയ്യണം. അല്ലാതെ നമ്മുടെ ലോക്കൽ ഇഷ്യൂസ് അല്ലെങ്കിൽ നമ്മുടെ പറഞ്ഞ സ്റ്റേറ്റ് ബേസ്ഡ് ഇഷ്യൂസിനൊക്കെ നമ്മുടെ ഗവൺമെൻറ് എന്തുണ്ട്, നമ്മുടെ ഗവൺമെൻറ് അവർക്ക് പവറും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെ നമ്മൾ പറയുന്ന 3 ലിസ്റ്റുകളിലൂടെയാണ് ഈ പറയുന്ന പവേഴ്സ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ് എന്നിങ്ങനെ 3 ലിസ്റ്റിലൂടെയാണ് ഈ പറയുന്ന ഓരോ ഗവൺമെൻറ്റിലുള്ള പവേഴ്സ് എന്ത് ചെയ്തിട്ടുള്ളത്, ഡിവൈഡ് ചെയ്തിട്ടുള്ളത് നമുക്ക് കാണാൻ പറ്റും. Then constitution contains list of the details, the issues that each of that government can make laws. On addition, constitution also specific where each tier of government can get money from the work that it does. അപ്പോൾ അതുപോലെ തന്നെ കോൺസ്റ്റിറ്റ്യൂഷൻ കൃത്യമായിട്ടും ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് ഏതൊക്കെ കാര്യങ്ങളിലാണ് ഏതൊക്കെ ഗവൺമെൻറ്റിനാണ് ലോ മേക്ക് ചെയ്യാൻ പറ്റുക, ഏതൊക്കെ ഗവൺമെൻറ്റാണ് എവിടെ നിന്നൊക്കെയാണ് ടാക്സ് കളക്ട് ചെയ്യാൻ പറ്റുക. ഇത് കൃത്യമായിട്ടും കോൺസ്റ്റിറ്റ്യൂഷൻ ചെയ്തിട്ട് മെൻഷൻ ചെയ്തിട്ടുള്ളതായിട്ട് നമുക്ക് കാണാൻ പറ്റും. Under federalism, the state are not merely agents of the federal government but draw their authority from the constitution as well. All persons in India are governed by laws and policies made by each of these level of government. ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത് ഇന്ത്യയിലാണെങ്കിൽ ഈ പറയുന്ന പോലെ തന്നെ ഇന്ത്യയിലെ എല്ലാ പേഴ്സൺസും എല്ലാ പീപ്പിൾസും ഗവേൺ ചെയ്യപ്പെടുന്നത് ഈച്ച് ലെവലാണ്. അതായത് ഒരു സിമ്പിൾ എക്സാമ്പിൾ ഞാൻ പറയാം. ഇപ്പോൾ ഞാൻ എന്ന് പറയുന്ന പേഴ്സൺ അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, നിങ്ങൾ ആര് ഗവേൺ ചെയ്യുന്നുണ്ട്, സ്റ്റേറ്റ് ഗവൺമെൻറ് നിങ്ങളെ ഗവേൺ ചെയ്യുന്നുണ്ട്. ഓക്കെ, സ്റ്റേറ്റ് ഗവൺമെൻറ് ഓട്ടോണമി മീൻസ് സ്വയംഭരണ അധികാരം, സെൽഫായിട്ട് എന്ത് ചെയ്യുക, നമ്മുടെ ഒരു പെർട്ടിക്കുലർ റീജിയന് അവർക്ക് ഗവേൺ ചെയ്യാനുള്ള പവർ. ഓക്കെ, ഇപ്പോൾ കേരളത്തിന് കേരള സ്റ്റേറ്റിന് എന്തുണ്ട്, കേരളം ഗവേൺ ചെയ്യാനുള്ള പവർ ഉണ്ട് അല്ലേ, അങ്ങനെ നമുക്ക് എന്ത് പറയാം, ഓട്ടോണമി എന്ന് പറയാം. അപ്പോൾ ഞാൻ സിമ്പിളായിട്ടുള്ള എക്സാമ്പിൾ പറയാം. ഇപ്പോൾ ഞാൻ എന്നെ തന്നെയാണ് ആര് ഗവേൺ ചെയ്യുന്നത്, പിണറായി വിജയൻ ഗവേൺ ചെയ്യുന്നത്. നമ്മളൊക്കെ തന്നെയാണ് പിണറായി വിജയൻ ഗവേൺ ചെയ്യുന്നത്. നമ്മളൊക്കെ തന്നെയാണ് ആരും ഗവേൺ ചെയ്യുന്നത്, നമ്മുടെ നരേന്ദ്രമോദിയും ഗവേൺ ചെയ്യുന്നത്. അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ്റും സ്റ്റേറ്റ് ഗവൺമെൻറ്റും ഗവേൺ ചെയ്യുന്നത് സെയിം സിറ്റിസൺസിന് തന്നെയാണ്, സെയിം പേഴ്സണ് തന്നെയാണ്. പക്ഷേ ലോസിൽ എന്ത് വരും, അല്ലെങ്കിൽ അവരുടെ ജൂറിസ്ഡിക്ഷനിൽ അവരുടെ അധികാര പരിധികളിൽ എന്തുണ്ടാവും, മാറ്റങ്ങൾ ഉണ്ടാവും. അവർ മേക്ക് ചെയ്യുന്ന ലോസിൽ എന്തുണ്ടാവും, മാറ്റങ്ങൾ ഉണ്ടാവും. അവരുടെ സബ്ജക്ട് ഏരിയാസിൽ എന്തുണ്ടാവും, ചേഞ്ചസ് ഉണ്ടാവും. അത് നിങ്ങൾ കുറച്ചും കൂടി ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാനുള്ളത് 10th CBSEയിലാണ്. ഫെഡറലിസം ഒരു ചാപ്റ്റർ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാനുണ്ട്, പഠിക്കാനുണ്ട്. അവിടെ നമ്മൾ കുറച്ചും കൂടി ഡീറ്റെയിൽഡ് ആയിട്ട് എന്ത് ചെയ്യും, നമ്മുടെ പൊളിറ്റിക്കൽ സയൻസിൽ ഇതിൻ്റെ ബാക്കി കാര്യങ്ങൾ ഇപ്പോൾ ഞാൻ പറഞ്ഞ പോയിന്റ്സ് ഒക്കെ നമ്മുടെ 10th CBSEയിലാണ്. യൂണിയൻ ലിസ്റ്റ് ആണെങ്കിലും കൺകറന്റ് ലിസ്റ്റ് ആണെങ്കിലും സ്റ്റേറ്റ് ലിസ്റ്റ് ആണെങ്കിലും അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ തന്നെ ഓരോ ലെവൽ ഓഫ് ഗവൺമെൻറ്റിൻ്റെയും ജൂറിസ്ഡിക്ഷൻ ആണെങ്കിലൊക്കെ നമുക്ക് ഇവിടെ 10th CBSEയിലുണ്ട്. അവിടെ നമ്മൾ കുറച്ചും കൂടി ഡീറ്റെയിൽഡ് ആയിട്ട് എന്ത് ചെയ്യും, ഈ പറഞ്ഞ ഫെഡറലിസം എന്താണെന്നുള്ളത് പഠിക്കും. ദെൻ നമുക്ക് വരുന്ന മറ്റൊരു കീ ഫീച്ചറാണ് പാർലമെൻ്ററി ഫോം ഓഫ് ഗവൺമെൻറ്. The different tiers of government that we just read about the consist of representative who elected by the peoples. ഇവിടെ നമുക്ക് കാണാൻ പറ്റും ഈ 3 ലെവൽ ഓഫ് ഗവൺമെൻറ്റിനും. ഓക്കെ, ഈ 3 ലെവൽ ഓഫ് ഗവൺമെൻറ്റിനും എത്ര മണിക്ക് കഴിയുമെന്ന് ചോദിക്കുന്നുണ്ട്. നമ്മളിപ്പോൾ ഒരു 10-15 മിനിറ്റ് കൊണ്ട് കഴിയും മക്കളെ. ഈ 3 ലെവൽ ഓഫ് ഗവൺമെൻറ്റിനും എന്തുണ്ട്, അവിടെ റെപ്രസെൻറ്റേറ്റീവ്സിനെ സെലക്ട് ചെയ്യുന്ന ആരാണ്, നമ്മളാണ്. സെൻട്രൽ ഗവൺമെൻറ്റിലേക്കാണെങ്കിലും സ്റ്റേറ്റ് ഗവൺമെൻറ്റിലേക്കാണെങ്കിലും ലോക്കൽ സെൽഫ് ഗവൺമെൻറ്റിലേക്കാണെങ്കിലും അവിടുത്തെ റെപ്രസെൻറ്റേറ്റീവ്സിനെ അവിടെ ആര് ഗവേൺ ചെയ്യണമെന്ന് തീരുമാനിക്കുന്ന ആരാണ്, നമ്മളാണ്. എങ്ങനെ, വോട്ട് ചെയ്തുകൊണ്ട് അല്ലേ, നമ്മൾ വോട്ട് ചെയ്തുകൊണ്ട് നമ്മൾ അവിടുത്തെ ലീഡേഴ്സിനെ സെലക്ട് ചെയ്യും അല്ലേ. ഇനി ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഇന്ത്യ ഗ്യാരണ്ടീസ് യൂണിവേഴ്സൽ അഡൽട്ട് സഫ്രേജ് ഫോർ ഓൾ സിറ്റിസൺ. യൂണിവേഴ്സൽ അഡൽട്ട് സഫ്രേജ് മീൻസ് റൈറ്റ് ടു വോട്ട് ആട്ടോ ഉദ്ദേശിക്കുന്നത്. എന്താണ് റൈറ്റ് ടു വോട്ട് ഇട്ട് മക്കളെ, റൈറ്റ് ടു വോട്ട്. അപ്പോൾ ഇന്ത്യയിൽ നമുക്ക് എന്ത് കാണാൻ പറ്റും, ഓൾ സിറ്റിസൺസിനും എന്താ പറയുക, എല്ലാ പ്രായപൂർത്തിയായ എല്ലാ ആളുകൾക്കും 18+ ആയിട്ടുള്ള എല്ലാ ആളുകൾക്കും എന്തിട്ട് വോട്ട് ചെയ്യാനുള്ള റൈറ്റ് എവിടെ ഉണ്ട്, നമ്മുടെ ഇന്ത്യയിലുണ്ട്, നമ്മുടെ രാജ്യത്ത് ഉണ്ട്. ഓക്കെ, അതിലൂടെയാണ് നമ്മൾ ഈ പറഞ്ഞ റെപ്രസെൻറ്റേറ്റീവ്സിനെ നമ്മൾ എന്ത് ചെയ്യുന്നത്, ചൂസ് ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റും. വെൻ they were making the constitution, the members of the constituent assembly felt that the freedom struggle had prepared a massive universal adult suffrage and that it would be help encourage democratic mindset and break the clutches of traditional caste, class and gender hierarchies. അപ്പോൾ എല്ലാ ആളുകൾക്കും വോട്ടിനുള്ള റൈറ്റ് കൊടുക്കുകയാണെങ്കിൽ ഇവിടെ എന്തുണ്ടാവും, എല്ലാ ആളുകൾക്കും ഇവിടെ റൈറ്റ് വോട്ട് കൊടുക്കുകയാണെങ്കിൽ ഈ ട്രഡീഷണൽ ആയിട്ട് ഫോളോ ചെയ്യുന്ന ചില എന്താ പറയുക കാസ്റ്റ് സിസ്റ്റം, ഹൈറാർക്കി അല്ലെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ ശ്രേണിപരമായിട്ടുള്ള ഈ പറഞ്ഞ പോലെ തന്നെ എന്താ ചില ആളുകൾക്ക് കൂടുതൽ പ്രയോറിറ്റി കൊടുക്കുക, ചില ആളുകൾക്ക് പ്രയോറിറ്റി കുറവ് കൊടുക്കുക. ഇതൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, ഇല്ലാതാക്കാൻ പറ്റും. ഇതൊക്കെ അവോയ്ഡ് ചെയ്യാൻ പറ്റും. എന്താ പറയുക, ജെൻഡർ ഈക്വാലിറ്റി അനുസരിച്ചതിലൂടെ മെന്നിനും വിമണിനും ഒരേപോലെ എന്ത് കിട്ടും, ഈക്വൽ സ്റ്റാറ്റസ് കിട്ടും. എല്ലാ ആളുടെയും വോട്ടിന് ഈക്വൽ വാല്യൂ ആണ്. ഇപ്പം ഞാൻ വോട്ട് ചെയ്താലും എന്താ പറയുക ഒരു റിച്ച് ആയിട്ടുള്ള ഒരു പേഴ്സൺ വോട്ട് ചെയ്താലും അല്ലെങ്കിൽ ഒരു പൂർ ആയിട്ടുള്ള പേഴ്സൺ വോട്ട് ചെയ്താലും ഈക്വൽ വാല്യൂ ആണ്. അപ്പോൾ തന്നെ ഒരു മെയിൽ വോട്ട് ചെയ്താലും ഒരു ഫീമെയിൽ വോട്ട് ചെയ്താലും ഈക്വൽ വാല്യൂ ആണ്. ഒരു അപ്പർ കാസ്റ്റ് വോട്ട് ചെയ്താലും ഒരു ലോവർ കാസ്റ്റ് വോട്ട് ചെയ്താലും ഈക്വൽ വാല്യൂ ആണ്. എല്ലാ ആളുകളുടെയും വോട്ടിന് ഈക്വൽ വാല്യൂ ആകുമ്പോൾ
സൊസൈറ്റി എല്ലാ ആളുകളും എന്ത് ചെയ്യും, റെസ്പെക്ട് ചെയ്യും, എല്ലാ ആളുകളുടെയും ഇൻട്രസ്റ്റ് എന്ത് ചെയ്യും, പ്രൊട്ടക്ട് ചെയ്യും അല്ലേ. അപ്പോൾ നമ്മുടെ ആ ഒരു ഫ്രീഡം മൂവ്മെൻറ്റിൽ നമ്മൾ സഫർ ചെയ്തില്ല കുറേ അധികം പ്രശ്നങ്ങളുണ്ടായിരുന്നു. അതിനൊക്കെ സൊല്യൂഷൻ എന്ന് പറയുന്നത് എല്ലാ ആളുകൾക്കും എന്ത് കൊടുക്കുക, റൈറ്റ് ടു വോട്ട് കൊടുക്കുക എന്നുള്ളതാണ്. അതിലൂടെ എല്ലാ ആളുകളെയും എന്ത് ചെയ്യാൻ പറ്റും, ഈക്വലൈസ് ചെയ്യാൻ പറ്റും. ദെൻ ദിസ് മീൻസ് ടു ദ പീപ്പിൾ ഓഫ് ഇന്ത്യ ഹാവ് ഡയറക്റ്റ് റോൾ ഇൻ electing their representatives. Also, every citizen of the country, irrespective of his or her social background, came its contest elections. The representatives are accountable to the people. നമ്മളോട് പറയുന്നുണ്ട് ഡെമോക്രാറ്റിക് മൈൻഡ് സെറ്റ് മീൻസ് അവിടെ എന്തുണ്ടാവും, ഒരു ജനാധിപത്യ രീതിയിലേക്ക് എന്ത് ചെയ്യും, ആളുകൾ മാറുമെന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ഇവിടെ നമ്മൾ പറയുന്നത് എല്ലാ ആളുകൾക്കും ഈക്വൽ റൈറ്റ് കൊടുക്കുമ്പോൾ അവിടെ എന്തില്ല, ഒരു തരത്തിലുള്ള ഡിസ്ക്രിമിനേഷനും ഇല്ല, ജെൻഡർ ബേസ്ഡോ അല്ലെങ്കിൽ ഈ പറഞ്ഞ സോഷ്യൽ ബാക്ക്ഗ്രൗണ്ട് ബേസ്ഡോ ഒരു ഡിസ്ക്രിമിനേഷനും ഇല്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഇലക്ഷൻ കണ്ടസ്റ്റ് ചെയ്യുന്നതാണെങ്കിലും ഇലക്ഷൻ വോട്ട് ചെയ്യുന്നതാണെങ്കിലും എല്ലാ ആളുകൾക്കും ഈക്വൽ ഓപ്പർച്യൂണിറ്റീസ് ആണ്. നിങ്ങൾക്ക് ഇലക്ഷൻ മത്സരിക്കാം, നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരു പ്രായമായ നിങ്ങൾക്കും എന്ത് ചെയ്യാം, ഇലക്ഷൻ മത്സരിക്കാം. നിങ്ങൾക്കും ഇലക്ഷന് പാർട്ടിസിപ്പേറ്റ് ചെയ്യാം, നിങ്ങൾക്ക് വോട്ട് ചെയ്യാം. അവിടെ എന്തില്ല, നമ്മൾക്ക് എല്ലാ ആളുകൾക്കും ഈക്വൽ ഓപ്പർച്യൂണിറ്റി ആണ്. ഇലക്ഷനിൽ കണ്ടസ്റ്റ് ചെയ്യുകയാണെങ്കിലും ഇലക്ഷൻ വോട്ട് ചെയ്യുകയാണെങ്കിലും അവിടെ ഒരു പ്രയോറിറ്റിയും ഇല്ല, ഒരു ഡിസ്ക്രിമിനേഷനും ഇല്ല. എല്ലാ ആളുകൾക്കും എന്ത് ചെയ്യാം, വോട്ട് ചെയ്യാം, എല്ലാ ആളുകൾക്കും എന്ത് ചെയ്യാം, ഏജായ ഇലക്ഷൻ മത്സരിക്കാം എന്ന് വരുമ്പോൾ അവിടെ എല്ലാ ആളുകൾക്കും ഈക്വൽ വാല്യൂ കിട്ടും. അത് കൂടാതെ നമ്മുടെ ഇലക്റ്റഡ് റെപ്രസെൻറ്റേറ്റീവ്സ് കുറച്ചും കൂടി അക്കൗണ്ടബിൾ ആയിരിക്കും, കുറച്ചും കൂടി റെസ്പോൺസിബിൾ ആയിരിക്കും. പീപ്പിൾസാണ് നമ്മളെ സെലക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ പീപ്പിൾസിന് വേണ്ടി ഗവേൺ ചെയ്തില്ലെങ്കിൽ, പീപ്പിൾസിന് വേണ്ടി നല്ല കാര്യങ്ങൾ ചെയ്തില്ലെങ്കിൽ പീപ്പിൾസ് എന്ത് ചെയ്യും, നെക്സ്റ്റ് ടൈമിൽ നമ്മളെ തോൽപ്പിക്കും എന്ന് ആർക്കറിയാം, ലീഡേഴ്സിന് അറിയാം. അതുകൊണ്ട് തന്നെ റെപ്രസെൻറ്റേറ്റീവ്സ് ആർ അക്കൗണ്ടബിൾ ടു ദ പീപ്പിൾസിനെ കുറിച്ച് ബോധർ ചെയ്യുന്ന, പീപ്പിൾസിനെ കുറിച്ച് റെസ്പോൺസിബിൾ ആയിട്ടുള്ള എന്തായിരിക്കും, റെപ്രസെൻറ്റേറ്റീവ്സ് ആയിരിക്കും എവിടെ ഉണ്ടാവുന്നത്, ഡെമോക്രസിയിൽ ഉണ്ടാവുന്നത്. നേരെ മറിച്ച് ഒരു കിങ് ആണെങ്കിലോ കിങ്ങിനെ പീപ്പിൾ സെലക്ട് ചെയ്യുന്നതാണോ? അല്ല. അതുകൊണ്ട് തന്നെ കിങ്ങിന് എന്ത് ചെയ്യാം, എങ്ങനെ ഭരിച്ചാലും എങ്ങനെ ഗവേൺ ചെയ്താലും അയാൾക്ക് എന്ത് ചെയ്യാം, കണ്ടിന്യൂ ചെയ്യാം അല്ലേ. പക്ഷേ ഈ ഡെമോക്രസിയിൽ അങ്ങനെയാണോ? അല്ല. ഡെമോക്രസിയിൽ പീപ്പിൾസിനെ മൈൻഡ് ചെയ്തില്ല, പീപ്പിൾസിന് ഡിസയറിന് എന്ത് അല്ലെങ്കിൽ പീപ്പിൾസിന് നീഡ്സ് എന്താണോ അത് ഫുൾഫിൽ ചെയ്തില്ലെങ്കിൽ പീപ്പിൾസ് എന്ത് തീരുമാനിക്കും, നെക്സ്റ്റ് ടൈമിൽ നിങ്ങൾ വേണ്ട അല്ലേ, നെക്സ്റ്റ് ടൈമിൽ നിങ്ങൾ വേണ്ട, ഞങ്ങൾക്ക് ബെറ്റർ റൂളർ വേണം എന്ന് ആര് ഡിസൈഡ് ചെയ്യും, പീപ്പിൾസ് ഡിസൈഡ് ചെയ്യും. അതുകൊണ്ട് തന്നെ പീപ്പിൾസിനെ കുറിച്ച് ബോധർ ചെയ്യുന്ന, പീപ്പിൾസിനോട് മോർ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ആളുകളായിരിക്കും എവിടെ ഉണ്ടാവുന്നത്, ഡെമോക്രസിയിൽ നമുക്ക് കാണാൻ പറ്റുന്ന പീപ്പിൾസ് റെപ്രസെൻറ്റേറ്റീവ്സ് എന്ന് പറയുന്നത്. ഇനി മറ്റൊന്നാണ് സെപ്പറേഷൻ ഓഫ് പവേഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്, സെപ്പറേറ്റ് ചെയ്യുന്നുണ്ട് എന്ന് പറയുമ്പോൾ ഡിഫറെൻറ്റ് ഓർഗൻസിലൂടെ, ദാറ്റ് മീൻസ് ഒറിസോണ്ടൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പവർ എന്നൊക്കെയാണ് നമ്മൾ ഇൻ ഫ്യൂച്ചറിൽ പഠിക്കാനുള്ളത്. ഡിഫറെൻറ്റ് ഓർഗൻസിലൂടെ പവർ എന്ത് ചെയ്യുന്നുണ്ട്, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. ദാറ്റ് മീൻസ് ലെജിസ്ലേച്ചർ, എക്സിക്യൂട്ടീവ്, ജുഡീഷ്യറി എന്നിങ്ങനെ ഡിഫറെൻറ്റ് ഓർഗൻസിലൂടെ എന്ത് ചെയ്യുന്നുണ്ട്, പവേഴ്സ് ഡിവൈഡ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ദ ലെജിസ്ലേച്ചർ refers to our elected representatives. The executive is a smaller group of people who are responsible for implementing laws and running the government. The judiciary refers to the system of courts and in this country. ഇവിടെ നമ്മൾ പറയുന്നത് ലെജിസ്ലേച്ചർ എന്ന് പറയുമ്പോൾ നമ്മുടെ ഇലക്റ്റഡ് റെപ്രസെൻറ്റേറ്റീവ്സ് ആണ് ലെജിസ്ലേച്ചേഴ്സ് എന്ന് പറയുന്നത്. ലോ മേക്കിംഗ് ആണ് ലെജിസ്ലേച്ചേഴ്സിൻ്റെ പ്രധാനപ്പെട്ട ഡ്യൂട്ടി എന്ന് പറയുന്നത്. ഇനി ഈ ലോ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് ആരാണ്, എക്സിക്യൂട്ടീവ് ആണ് എന്ത് ചെയ്യുക, ലോ ഇംപ്ലിമെൻറ്റ് ചെയ്യുക, അതുപോലെ തന്നെ ലോ ഇൻ്റർപ്രറ്റ് ചെയ്യുക, കോർട്ട് സിസ്റ്റത്തെ റൺ ചെയ്യുക, ഇതൊക്കെ ആരാണ്, ജുഡീഷ്യറിയാണ്. ഇങ്ങനെ ഓരോ ഓർഗൻസിനും എന്ത് ചെയ്യാണ്, പവർ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാണ് അല്ലെങ്കിൽ പവർ ഡിവൈഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ പറ്റും 3 ഓർഗൻസ് ആണുള്ളത്. നമുക്ക് ഏതൊക്കെയാണ്, ഇവിടെ നമുക്ക് കാണാൻ പറ്റും എക്സിക്യൂട്ടീവ് ഉണ്ട്, പിന്നെയോ ജുഡീഷ്യറി ഉണ്ട്, ലെജിസ്ലേച്ചർ ഉണ്ട്. 3 ഓർഗൻസ് ആണ്. ഇതിന് നമ്മൾ ഹൊറിസോണ്ടൽ പവർ ഷെയറിംഗ് എന്ന് പറയും. ഡിഫറെൻറ്റ് ഓർഗൻസിലൂടെ പവർ ഷെയർ ചെയ്യുന്നതിന് ഹൊറിസോണ്ടൽ എന്ന് പറയും. then നമ്മൾ ഇതിനു മുമ്പ് എന്ത് പറഞ്ഞിരുന്നു, ഫെഡറലിസം പറഞ്ഞിരുന്നു അല്ലേ. ഫെഡറലിസത്തിൽ ഡിഫറെൻറ്റ് ലെവൽസിലൂടെയാണ് പവർ ഷെയർ ചെയ്യുന്നത്. ഡിഫറെൻറ്റ് ലെവൽസിലൂടെ പവർ ഷെയർ ചെയ്യുന്നത് നമ്മൾ എന്ത് പറയും, വെർട്ടിക്കൽ പവർ ഷെയറിംഗ് എന്ന് പറയും. വെർട്ടിക്കൽ പവർ ഷെയറിംഗ്. ഇതെന്താണ്, ഹൊറിസോണ്ടൽ പവർ ഷെയറിംഗ് ആണ്. ഡിഫറെൻറ്റ് ഓർഗൻസ്, ഈച്ച് ഓർഗൻസ് ചെക്ക് ആൻഡ് ബാലൻസ് സിസ്റ്റമാണ് എവിടെ കാണാൻ പറ്റുന്നത്, ഇന്ത്യ പോലുള്ള രാജ്യത്തെ കാണാൻ പറ്റുന്നത്. അപ്പോൾ ഇവിടെ എങ്ങനെയാണ് പവർ ഷെയർ ചെയ്യുന്നത്, ഡിഫറെൻറ്റ് ഓർഗൻസിലൂടെയാണ് പവർ ഷെയർ ചെയ്യുന്നത്. ഏതൊക്കെയാണ് ഓർഗൻസ് ഒന്ന് കമൻറ്റ് ചെയ്ത് മക്കളെ, ഏതൊക്കെ ഓർഗൻസിലൂടെയാണ് നമ്മൾ പവർ ഷെയർ ചെയ്യുന്നത്, ജസ്റ്റ് ഒന്ന് മക്കൾ കമൻറ്റ് ചെയ്തേ. അപ്പോൾ ഇങ്ങനെ ഡിഫറെൻറ്റ് ഓർഗൻസിലൂടെ പവർ ഷെയർ ചെയ്യുമ്പോൾ ഒരു ഓർഗൻസിനും അൺലിമിറ്റഡ് പവേഴ്സ് ഉണ്ടാവില്ല. എല്ലാ ഓർഗൻസിനും എന്തുണ്ടാവും, ദെയർ ഓൺ പവേഴ്സ് ആയിരിക്കും ഉണ്ടാവുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഞാനൊരു സിമ്പിൾ എക്സാമ്പിൾ പറയാം. ഇപ്പോൾ ജുഡീഷ്യറിയും എക്സിക്യൂട്ടീവും ലെജിസ്ലേച്ചറും സെപ്പറേറ്റ് ഓർഗൻസ് ആണ്. നേരെ മറിച്ച് ഒരു കിങ് ആണ് ഗവേൺ ചെയ്യുന്നത്. മൊണാർക്ക് ആണെങ്കിൽ എല്ലാം ഒരാൾ തന്നെയാണ് തീരുമാനിക്കുക. ഒരാൾ തന്നെ കറപ്റ്റഡ് ആയിരിക്കും, അയാൾ തന്നെയായിരിക്കും എന്ത് ചെയ്യുക, അവിടെ അതിനെക്കുറിച്ച് എൻക്വയറി ചെയ്യുന്നതും അയാൾ തന്നെയായിരിക്കും അതിന് വേർഡിക്റ്റ് ഉണ്ടാക്കുന്നതും. ഇപ്പോൾ ഇന്ത്യയിലാണെങ്കിൽ ഇപ്പോൾ ഒരു മിനിസ്റ്ററിനെ അഗെയിൻസ്റ്റ് ആയിട്ട് എന്ത് വന്നു, അല്ലെങ്കിൽ കറപ്ഷൻ പോലുള്ള ആരോപണം വന്നു, അലിഗേഷൻസ് വന്നു, അതിനെക്കുറിച്ച് എൻക്വയറി ചെയ്യുന്നത് മറ്റൊരു ഡിപ്പാർട്ട്മെൻറ്റാണ്. അതിനെക്കുറിച്ചുള്ള വിധി പ്രഖ്യാപിക്കുന്നത് മറ്റൊരു ഡിപ്പാർട്ട്മെൻറ്റാണ്, അല്ലെങ്കിൽ മറ്റൊരു ഓർഗനാണ്. അതുകൊണ്ട് തന്നെ അന്വേഷിക്കുന്ന ഒരു വിഭാഗമാണ്, അതിനെക്കുറിച്ച് വിധി പ്രഖ്യാപിക്കുന്ന മറ്റൊരു വിഭാഗമാണ്. ഇങ്ങനെ ഡിഫറെൻറ്റ് ഓർഗൻസ് ആണ് എന്ത് ചെയ്യുക, ഡീൽ ചെയ്യുക. അപ്പോൾ ഡിഫറെൻറ്റ് ഓർഗൻസ് ആയതുകൊണ്ട് തന്നെ അവിടെ എന്തുണ്ടാവും, ഇപ്പം ഞാൻ തന്നെ മോഷ്ടിക്കുകയും ഞാൻ തന്നെ അതിനെക്കുറിച്ച് അന്വേഷിക്കുകയും
ചെയ്യും, ഞാൻ തന്നെ അത് വിധി പ്രഖ്യാപിക്കുകയും ചെയ്താൽ എന്തായിരിക്കും, ഞാൻ എപ്പോഴും സേഫ് ആയിരിക്കും അല്ലേ. ഡിഫറെൻറ്റ് ഓർഗൻസ് ആകുമ്പോൾ എന്ത് ചെയ്യും, അവിടെ ഒരാളും എന്ത് ചെയ്യില്ല, അൺവാണ്ടഡ് ആയിട്ടില്ല അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ തന്നെ മിസ്യൂസ് ചെയ്യുന്ന രീതിയിലേക്ക് വരില്ല. അപ്പോൾ എല്ലാ ആളുകളും എന്ത് ചെയ്യും, അവരുടെ പവേഴ്സ് അവരുടെ റൈറ്റ്സ് ഒക്കെ ഒരേപോലെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യും, മുമ്പോട്ട് പോകും. നെക്സ്റ്റ് വൺ ഈസ് ഫണ്ടമെന്റൽ റൈറ്റ്സ്. ഫണ്ടമെന്റൽ റൈറ്റ്സ് ഇസ് എ ബേസിക് റൈറ്റ് അല്ലെ, എല്ലാ ആളുകൾക്കും കിട്ടേണ്ട എന്താ പറയുക നാഷണൽ റൈറ്റ്സ് ആണ് നമ്മൾ ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ന് പറയുന്നത്. ദ സെക്ഷൻ ഓൺ ദ ഫണ്ടമെന്റൽ റൈറ്റ്സ് ഹാസ് ഓഫൻ ബീൻ റെഫർഡ് ടു ആസ് ആൻ കൺസേൺസ് ഓഫ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. കൊളോണിയൽ റൂൾ ഹാഡ് ക്രിയേറ്റഡ് എ certain suspicion of the states in the minds of the nationalists, and they wanted to ensure the set of written rights would be guard against the misuse of state powers in independent India. അപ്പോൾ നമ്മൾ പറയുന്നുണ്ട് കൊളോണിയൽ ഗവൺമെന്റ് ടൈമിൽ ഗവൺമെന്റ് അൺലിമിറ്റഡ് പവേഴ്സ് ഉണ്ടായിരുന്നു, സിറ്റിസൺസിന് ഒരു റൈറ്റും കിട്ടിയിരുന്നില്ല. അപ്പോൾ ഇവിടെ നമുക്ക് കൃത്യമായിട്ടും ആളുകളുടെ റൈറ്റ്സ് എന്ത് ചെയ്യേണ്ടതുണ്ട്, പ്രിസർവ് ചെയ്യേണ്ടതുണ്ട്, ആളുകളുടെ റൈറ്റ്സ് എന്ത് ചെയ്യേണ്ടതുണ്ട്, എൻഷുർ ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷനിൽ അല്ലെങ്കിൽ നമ്മുടെ റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷനിൽ കൃത്യമായിട്ട് നമ്മുടെ സെറ്റ് ഓഫ് റൈറ്റ്സ് എന്ത് ചെയ്യുന്നുണ്ട്, മെൻഷൻ ചെയ്തിട്ടുള്ളതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഫണ്ടമെന്റൽ റൈറ്റ്സ് therefore protect citizens against the arbitrary and absolute exercise of the powers by the state. The constitution thus guarantees the right of individuals against the state as well as against individuals. അപ്പോൾ നമ്മൾ പറയുന്നുണ്ട് നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ന് പറയുന്നത് പീപ്പിൾസിന് ഉണ്ടാകുന്ന പലതരത്തിലുള്ള ഇപ്പോൾ എന്താ പറയുക ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും പീപ്പിൾസിൻ്റെ റൈറ്റ്സ് വയലേറ്റ് ചെയ്യപ്പെടുന്നതാണെങ്കിലും അല്ലെങ്കിൽ മറ്റ് ഇൻഡിവിജ്വൽസിന് അല്ലെങ്കിൽ മറ്റ് പേഴ്സൺസിനാലും എന്ത് ചെയ്യാം നമ്മുടെ റൈറ്റ്സ് വയലേറ്റ് ചെയ്യപ്പെടുന്ന സിറ്റുവേഷൻ ഉണ്ടാവും അല്ലേ. അവിടെ നിന്നൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ആര് പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട്, അവിടെ നിന്നൊക്കെ നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ത് ചെയ്യുന്നുണ്ട്, പ്രൊട്ടക്റ്റ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ. അപ്പോൾ ആർബിട്രറി ആൻഡ് ആബ്സല്യൂട്ട്. ആർബിട്രറി എന്ന് പറയുന്നത് അൺലിമിറ്റഡ്. ഓക്കെ, അല്ലെങ്കിൽ തോന്നിയ പോലെ എന്നൊക്കെ നമ്മൾ പറയില്ലേ, എന്താ പറയുക തോന്നിയ പോലെ എന്നൊക്കെ നമ്മൾ പറയില്ലേ, അതാണ് ആർബിട്രറി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അല്ലെങ്കിൽ ചില റൂളേഴ്സ് എന്ത് ചെയ്യും, അവർക്ക് തോന്നിയ പോലെ ആബ്സല്യൂട്ട് മീൻസ് നമ്മൾ ഈ പറയുകയാണെങ്കിൽ പഴയ മൊണാക്സിനെയാണ് ആബ്സല്യൂട്ടിസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ നമ്മൾ പറയാം. അപ്പോൾ അവർക്ക് തോന്നിയ പോലെ ഗവേൺ ചെയ്യും അല്ലേ, അവർക്ക് തോന്നിയ പോലെ ഗവേൺ ചെയ്യും. അപ്പോൾ അത്തരത്തിലുള്ള സിറ്റുവേഷൻസും പീപ്പിൾസിനെ പ്രൊട്ടക്ട് ചെയ്യുക, ആളുകളുടെ റൈറ്റ്സ് എൻഷുർ ചെയ്യുക എന്നതാണ് ഫണ്ടമെന്റൽ റൈറ്റ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി moreover the various minority communities also expressed the needs for the constitution include the rights would protect their groups. The constitution therefore guarantees their rights minorities against the majority. അപ്പോൾ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ കൃത്യമായിട്ടും മൈനോറിറ്റി പീപ്പിൾസിനെ എപ്പോഴും എന്ത് ചെയ്യണം, പ്രൊട്ടക്ട് ചെയ്യണം അല്ലേ. സോവറിൻ മീൻസ് പരമാധികാരം മക്കളെ. യെസ്, ഓക്കെ, ദ കംപ്ലീറ്റ് പവർ അല്ലെങ്കിൽ പരമാധികാരം കേട്ടോ. യെസ്, ഓക്കെ. അവിടെ നമ്മൾ പറയുന്നത് നമ്മുടെ എന്താ പറയുക മൈനോറിറ്റീസ് പലപ്പോഴും എന്ത് ചെയ്യാറുണ്ട്, പലതരത്തിലും എക്സ്പ്ലോയിറ്റ് ചെയ്യപ്പെടാറുണ്ട് അല്ലെങ്കിൽ പലതരത്തിലുള്ള ചൂഷണങ്ങൾ ഫേസ് ചെയ്യാറുണ്ട്. അപ്പോൾ അതിൽ നിന്നൊക്കെ അവരെ പ്രൊട്ടക്റ്റ് ചെയ്യണം അല്ലെങ്കിൽ അതിൽ നിന്നൊക്കെ അവരെ സംരക്ഷിക്കുക, അതിലെല്ലാ അർത്ഥത്തിലും അവരെന്ത് ചെയ്യുക, പ്രൊട്ടക്റ്റ് ചെയ്യുക. അത് കൃത്യമായിട്ടും മെജോറിറ്റിയുടെ കയ്യിൽ നിന്ന് മൈനോറിറ്റിയെ പ്രൊട്ടക്ട് ചെയ്യാൻ നമുക്ക് എന്തിലൂടെ പറ്റിയിട്ടുണ്ട്, ഫണ്ടമെന്റൽ റൈറ്റ്സിലൂടെ പറ്റിയിട്ടുണ്ട്. ഡോക്ടർ അംബേദ്കർ ഹാസ് സെയ്ഡ് അബൌട്ട് ദീസ് ഫണ്ടമെന്റൽ റൈറ്റ്സ് ദ objects to fault. The first object is every citizen must be in position to claim those rights, and secondly these rights must be binding upon every authority that has got the power makes to laws. അപ്പോൾ നമ്മൾ പറയുന്നുണ്ട് ഇവിടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ അല്ലെങ്കിൽ ടു ഒബ്ജക്റ്റീവ്സ് ആണ് എന്തിനുണ്ടായിരുന്നത്, നമ്മൾ ഈ പറഞ്ഞ ഫണ്ടമെന്റൽ റൈറ്റ്സിന് ഉണ്ടായിരുന്നത് എല്ലാ ആളുകളുടെയും റൈറ്റ്സ് എൻഷുർ ചെയ്യപ്പെടുക എന്നുള്ളതും അതുപോലെ തന്നെ അതിനെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ടുള്ള അതോറിറ്റിയുടെ ഭാഗത്ത് എന്താ പറയുക ലോ മേക്ക് ആണെങ്കിലും ഒക്കെ അതിനെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ടുള്ള ലോസ് തന്നെയായിരിക്കും ഉണ്ടാവുക എന്നുള്ളത് നമുക്ക് കാണാൻ പറ്റും. ഇനി ഇൻ അഡീഷൻ ടു ഫണ്ടമെന്റൽ റൈറ്റ്സ് കോൺസ്റ്റിറ്റ്യൂഷൻ ഓൾസോ സെക്ഷൻ കോൾഡ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ്. ഫണ്ടമെന്റൽ റൈറ്റ്സ് അല്ലാതെ എന്തുണ്ട്, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഉണ്ട്. അതിന് ഞാനൊരു എക്സാമ്പിൾ പറയാം. ഇപ്പോൾ ഈക്വൽ വേജ് ഇതൊക്കെ എന്തിൽ വരുന്നതാണ്, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസിൽ വരുന്നതാണ്. ഈക്വൽ വേജ് എന്നുള്ള കാര്യങ്ങളൊക്കെ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസിൽ വരുന്നതാണ്. ഓക്കെ, അപ്പോൾ ഫണ്ടമെന്റൽ റൈറ്റ്സിൽ ഇല്ലാത്ത ചില കാര്യങ്ങൾ എന്തിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്, നിർദ്ദേശക തത്വങ്ങൾ അല്ലെങ്കിൽ ഈച്ച് ഗവൺമെന്റ് എന്തിലൊക്കെ ലോ മേക്ക് ചെയ്യുമ്പോൾ എന്തിനെ ബേസ് ചെയ്തിട്ടായിരിക്കണം, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസിനെ ബേസ് ചെയ്തിട്ടായിരിക്കണം, അതിലെ പോളിസീസിനെ ബേസ് ചെയ്തിട്ടായിരിക്കണം ലോ മേക്ക് ചെയ്യേണ്ടത്. ദാറ്റ് മീൻസ് നമ്മുടെ ഗാന്ധിജിയുടെ ചില ഐഡിയോളജീസ് ഒക്കെ നമുക്ക് എവിടെ കാണാൻ പറ്റും, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസിൽ കാണാൻ പറ്റും. ദാറ്റ് മീൻസ് നമുക്ക് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കോട്ടേജ് ഇൻഡസ്ട്രീസ് ആണെങ്കിലും അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ ഇൻടോക്സിക്കൻസിൻ്റെ യൂസേജിന് അഗെയിൻസ്റ്റ് ആയിട്ടുള്ള മൂവ്മെൻറ്റ്സ് ആണെങ്കിലും അല്ലെങ്കിൽ വേർഡ്സ് ആണെങ്കിലും ഒക്കെ നമുക്ക് എവിടെ കാണാൻ പറ്റും, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസിൽ നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, ദെൻ വാട്ട് ഇസ് ഫണ്ടമെന്റൽ റൈറ്റ്സ് നോക്കുക. ഫണ്ടമെന്റൽ റൈറ്റ്സ് നോക്കുമ്പോൾ റൈറ്റ് ടു ഇക്വാലിറ്റി ആണ് നമുക്ക് ഫസ്റ്റ് വരുന്നത്. റൈറ്റ് ടു ഇക്വാലിറ്റി എന്ന് പറയുമ്പോൾ ഓൾ പേഴ്സൺ ആർ ഈക്വൽ ബിഫോർ ദ ലോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഇവിടെ എന്തില്ല, ഒരു തരത്തിലുള്ള ഡിസ്ക്രിമിനേഷൻ, അതായത് റിലീജിയൻ ആവട്ടെ, കാസ്റ്റ് ആവട്ടെ, സെക്സ് ആവട്ടെ, അല്ലെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ ലാംഗ്വേജ് ആവട്ടെ, അങ്ങനെ ഒരു ബേസിലുള്ള എന്തില്ല, ഡിസ്ക്രിമിനേഷൻ ഇല്ല. എല്ലാ ആളുകളും ഈക്വൽ തന്നെയാണ്. എല്ലാ ആളുകളും എന്താണ്, എല്ലാ ആളുകൾക്കും എവിടെയും എന്ത് ചെയ്യാൻ പറ്റും, ഇന്ത്യയിൽ എവിടെയും എന്ത് ചെയ്യാൻ പറ്റും, എല്ലാ ആളുകൾക്കും ഒരുപോലെ തന്നെ എല്ലാ പബ്ലിക് പ്ലേസസും എന്ത് ചെയ്യാൻ പറ്റും, യൂസ് ചെയ്യാൻ പറ്റും, യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. അവിടെ ഒരു തരത്തിലുള്ള എന്തുമില്ല,
ഡിസ്ക്രിമിനേഷനും ഇല്ല എന്നുള്ളതാണ് കാണുന്നത്. നെക്സ്റ്റ് വൺ ഈസ് റൈറ്റ് ടു ഫ്രീഡം ആണ്. റൈറ്റ് ടു ഫ്രീഡം എന്ന് പറയുമ്പോൾ ഇന്ത്യയിൽ എവിടെയും നമുക്ക് ഫ്രീ ആയിട്ട് മൂവ് ചെയ്യാം, നമ്മുടെ ഒപ്പീനിയൻ നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. ദെൻ നമുക്ക് ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ ഉണ്ട്. അപ്പോൾ അതിന് ഇന്ത്യയിൽ എവിടെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, താമസിക്കാൻ പറ്റും. നമുക്ക് ഏറ്റവും എന്താ പറയുക, എന്തൊരു ഓക്യുപ്പേഷൻ നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും. ഇതിനൊക്കെയുള്ള ഫ്രീഡം ആർക്കുണ്ട്, നമുക്കുണ്ട്. എന്ത് ഓർഗനൈസേഷൻസ് നമുക്ക് ഫോം ചെയ്യാൻ പറ്റും, ഇതിനൊക്കെയുള്ള ഫ്രീഡം ആർക്കുണ്ട്, നമുക്കുണ്ട്. ദെൻ റൈറ്റ് അഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ എന്ന് പറയുന്നത് കോൺസ്റ്റിറ്റ്യൂഷൻ പ്രോഹിബിറ്റ്സ് ഹ്യൂമൻ ട്രാഫിക്കിംഗ്, ഫോഴ്സ്ഡ് ലേബർ ആൻഡ് നമുക്ക് കാണാൻ പറ്റും ആൻഡ് എംപ്ലോയ്മെൻറ്റ് ചിൽഡ്രൻ ആൻഡ് 14 years. അപ്പോൾ 14 വയസ്സിന് താഴെയുള്ള കുട്ടികളോട് ജോലി ചെയ്യിപ്പിക്കൽ. അതുപോലെ തന്നെ how many fundamental rights are there എന്ന് ചോദിക്കുന്നുണ്ട്. We have 6 fundamental rights. 6 fundamental rights നമുക്കുള്ളത്. Right to equality, right to freedom, right against exploitation, right to freedom of religion, cultural and educational right, right to constitutional remedies. These are the 6 fundamental rights in our Indian constitution. Okay, അപ്പോൾ നമ്മൾ പറഞ്ഞത് തേർഡ് വൺ റൈറ്റ് അഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ, അതായത് ഈ പറഞ്ഞ പോലെ തന്നെ ഹ്യൂമൻ ട്രാഫിക്കിംഗ് അല്ലെ മനുഷ്യക്കടത്ത് പോലുള്ള കാര്യങ്ങൾ, ഫോഴ്സ്ഡ് ലേബർ നിർബന്ധിതമായിട്ടും ഈ പറഞ്ഞ അൺഹെൽത്തി ആയിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞ ഡേഞ്ചറസ് ആയിട്ടുള്ള ഫാക്ടറീസിലൊക്കെ ആളുകളെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കൽ. അതുപോലെ തന്നെ ബാലവേല അല്ലെങ്കിൽ ചൈൽഡ് ലേബർ പോലുള്ള സിസ്റ്റം, 14 വയസ്സിന് താഴെ കുട്ടികളെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കൽ, ഇതൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ബാൻ ചെയ്യുന്നുണ്ട്. ഇതിനൊക്കെ കൃത്യമായിട്ടും പ്രൊഹിബിറ്റ് ചെയ്തുകൊണ്ട് തന്നെയാണ് നമ്മുടെ റൈറ്റ് അഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ വരുന്നത്. അപ്പോൾ ഇതൊക്കെ ആർക്കെങ്കിലും കണ്ടാൽ നേരെ പോയിട്ട് എന്ത് ചെയ്തോളൂ, കംപ്ലയിൻറ്റ് ചെയ്തോളൂ കേട്ടോ. ഇങ്ങനെയുള്ള ആക്ടിവിറ്റീസ് ഒക്കെ ആരെങ്കിലും സൈഡിൽ നിന്ന് കണ്ടാൽ നേരെ പോയിട്ട് എന്ത് ചെയ്യാം, കംപ്ലയിൻറ്റ് ചെയ്യാം. നെക്സ്റ്റ് വൺ റൈറ്റ് ടു ഫ്രീഡം ഓഫ് റിലീജിയൻ ആണ്. റിലീജിയസ് ഫ്രീഡം ഈസ് പ്രൊവൈഡ് ഓൾ സിറ്റിസൺസ് എവറി പേഴ്സൺ ഹാസ് റൈറ്റ് ടു പ്രാക്ടീസ്, പ്രൊഫസ് ആൻഡ് പ്രൊപ്പഗേറ്റ് ദ റിലീജിയൻ ഓഫ് their choice. ഇന്ത്യയിൽ ഏതൊരു റിലീജിയനും നമുക്ക് എന്ത് ചെയ്യാം, ഫോളോ ചെയ്യാം. നമ്മുടേതായിട്ടുള്ള എന്തുണ്ടാവും, പ്രാക്ടീസസ് ഉണ്ടാവും, നമ്മുടേതായിട്ടുള്ള എന്തുണ്ടാവും, പ്രോഫസ് ഉണ്ടാവും, നമ്മുടേതായിട്ടുള്ള എന്തുണ്ടാവും, റിലീജിയസ് ആയിട്ടുള്ള എന്തുണ്ടാവും, നമ്മുടേതായിട്ടുള്ള രീതികൾ ഉണ്ടാവും ഓരോ റിലീജിയനും അല്ലേ. അപ്പോൾ എല്ലാ രീതികളും എന്ത് ചെയ്യാം, is that 6 points are important? Yes, എല്ലാ പോയിന്റ്സ് ഇമ്പോർട്ടൻ്റ് ആണ് നമുക്ക്. യെസ്, അപ്പോൾ എല്ലാ രീതിയിലും ഇപ്പോൾ ഏതൊരു പേഴ്സണും അവരുടെ ചോയ്സ് അനുസരിച്ച് അവരുടെ റിലീജിയൻ എന്ത് ചെയ്യാം, ബിലീവ് ചെയ്യാം, അവരുടേതായിട്ടുള്ള പ്രാക്ടീസസ് ആയിട്ട് മുമ്പോട്ട് പോകാം, അവരുടെ ആ റിലീജിയൻ പ്രൊപ്പഗേറ്റ് ചെയ്യാം. ഇതിനൊക്കെയുള്ള റൈറ്റ് അവിടെ ഉണ്ട്, ഇന്ത്യയിലുണ്ട്. ബട്ട് ഇന്ത്യ ഡസ് നോട്ട് ഹാവ് എനി പെർട്ടിക്കുലർ റിലീജിയൻ. ഇന്ത്യക്ക് എന്തില്ല, ഒഫീഷ്യൽ റിലീജിയനില്ല, ഒരു പെർട്ടിക്കുലർ റിലീജിയൻ എന്ത് ചെയ്യുന്നില്ല, പ്രൊമോട്ട് ചെയ്യുന്നില്ല, ഒന്നിനും ഇന്ത്യ എന്ത് ചെയ്യുന്നില്ല, താഴ്ത്തി കെട്ടുന്നില്ല. എല്ലാ റിലീജിയനും ഈക്വൽ ഇമ്പോർട്ടൻസ് തന്നെയാണ്. എല്ലാ ആളുകൾക്കും എന്ത് ചെയ്യാം, their own റിലീജിയനിൽ മുമ്പോട്ട് പോകാം എന്നുള്ളതാണ്. അപ്പോൾ എല്ലാ ആളുകളെയും അക്കോമഡേറ്റ് ചെയ്യാന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് അവിടെ വരുന്നത്. ദെൻ കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷൻ റൈറ്റ് നമ്മളിവിടെ പറയുന്നുണ്ട്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതകളിൽ ഒന്നാണ് ഇവിടെ പറഞ്ഞതുപോലെ തന്നെ ചിലപ്പോൾ പ്രൊപ്പഗേറ്റ് മീൻസ് അത് പ്രചരിപ്പിക്കാം, മറ്റുള്ള ആളുകളിലേക്ക് എത്തിക്കാം, റിലീജിയസ് ആയിട്ടുള്ള പെർസ്പെക്റ്റീവ് എന്ത് ചെയ്യാം, എല്ലാ ആളുകളിലേക്കും എത്തിക്കാം എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. എസ് മാളവിക, എസ്. ഇവിടെ നമ്മളിവിടെ പറയുന്നത് കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷൻ റൈറ്റ്. ഇവിടെ നമ്മൾ പറയുന്നുണ്ട്, ഇവിടെ ഇന്ത്യ എന്ന് പറഞ്ഞ സ്റ്റേറ്റ്, ഇന്ത്യ എന്ന് പറഞ്ഞ നാഷണൽ എന്തുണ്ട്, എസ് മൈനോറിറ്റീസ് ഉണ്ട് അല്ലേ. അപ്പോൾ മൈനോറിറ്റീസിന് their own എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ സെറ്റപ്പ് ചെയ്തുകൊണ്ട് അവരുടെ കൾച്ചർ പ്രൊട്ടക്ട് ചെയ്യാനും പ്രൊമോട്ട് ചെയ്യാനും ഇന്ത്യയിൽ എന്ത് ചെയ്യാൻ പറ്റും, അവകാശങ്ങളുണ്ട്. ഇന്ത്യയിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള കൾച്ചർ ഫോളോ ചെയ്യുന്ന ആളുകളുണ്ട്, ഡിഫറെൻറ്റ് റിലീജിയസ് ഫോളോവേഴ്സ് ഉണ്ട്. അപ്പോൾ their own എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസും their own ഇൻസ്റ്റിറ്റ്യൂഷൻസും സെറ്റപ്പ് ചെയ്തുകൊണ്ട് അവർക്ക് എന്ത് ചെയ്യാം, അവരുടെ ആ പറയുന്ന കൾച്ചറിനെ പ്രൊമോട്ട് ചെയ്യാം, പ്രൊട്ടക്ട് ചെയ്യാം. ഓക്കെ, ദെൻ ലാസ്റ്റ് വൺ ഇസ് കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ്. ഇവിടെ കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസിനെയാണ് നമ്മുടെ ഡോക്ടർ BR അംബേദ്കർ പറഞ്ഞത് ദ ഹെർട്ട് ആൻഡ് സോൾ ഓഫ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഹൃദയവും ആത്മാവുമെന്ന് ചീഫ് ആർക്കിടെക്ട് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ പറഞ്ഞിട്ടുള്ളത് ദ കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസിനെയാണ്. കാരണം ഈ പറഞ്ഞ എല്ലാ ഫണ്ടമെൻ്റൽ റൈറ്റ്സും പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് ആരാണ്, ഈ 6th ഫണ്ടമെൻ്റൽ റൈറ്റ് ആണ്, കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ് ആണ്. ദിസ് അലോസ് ദ സിറ്റിസൺ ടു മൂവ് ദ കോർട്ട് ഇഫ് ദേ ബിലീവ് ദാറ്റ് എനി ദെയർ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ഹാവ് ബീൻ വയലേറ്റഡ് ബൈ ദ സ്റ്റേറ്റ്. സ്റ്റേറ്റിൻ്റെ ഭാഗത്തുനിന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലോ ഏതെങ്കിലും ഫണ്ടമെൻ്റൽ റൈറ്റ്സ് വയലേറ്റ് ചെയ്യപ്പെട്ടാൽ ഏതൊരു പേഴ്സൺസിനും എവിടെ പോകാം, കോർട്ടിനെ അപ്രോച്ച് ചെയ്യാം, കോർട്ടിനെ ആക്സസ് ചെയ്യാം എന്നുള്ളതാണ് 6 ഫണ്ടമെന്റൽ റൈറ്റ്സ് ആയിട്ടുള്ള കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ്. ദീസ് ആർ അവർ ഫണ്ടമെന്റൽ റൈറ്റ്സ്. ഓക്കെ, ഫണ്ടമെന്റൽ റൈറ്റ്സ് മക്കളൊന്ന് ലിസ്റ്റ് ചെയ്തോളൂ, കമന്റ് ബോക്സിൽ ഒന്ന് ലിസ്റ്റ് ചെയ്തോളൂ. വിച്ച് ആർ ദ ഫണ്ടമെന്റൽ റൈറ്റ്സ് ഒന്ന് കമന്റ് ചെയ്യുക. എല്ലാ മക്കളും കമന്റ് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നുണ്ട്, എല്ലാവർക്കും കിട്ടിയെന്ന് വിചാരിക്കുന്നുണ്ട്. ഒന്നും കൂടി ഞാൻ പറയാം, റൈറ്റ് ടു ഇക്വാലിറ്റി, റൈറ്റ് ടു ഫ്രീഡം, റൈറ്റ് അഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ, റൈറ്റ് ടു ഫ്രീഡം ഓഫ് റിലീജിയൻ, കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷൻ റൈറ്റ്, ലാസ്റ്റ് വൺ ഇസ് റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ്. ദീസ് ആർ ദ 6 ഫണ്ടമെന്റൽ റൈറ്റ്സ് ഇൻ അവർ കോൺസ്റ്റിറ്റ്യൂഷൻ. ജസ്റ്റ് മക്കളൊന്നും എന്ത് ചെയ്യുക, അത് ലിസ്റ്റ് ചെയ്യുക, എല്ലാ ആളുകൾക്കും കിട്ടിയെന്നൊന്ന് എൻഷോർ ചെയ്യാൻ വേണ്ടിയാണ്. ഇനി ലാസ്റ്റ് പോയിന്റ് ആണ് നമുക്ക് നോക്കാനുള്ളത്, സെക്യുലറിസം, മതേതരത്വം അല്ലെങ്കിൽ സെക്യുലറിസം. ഓക്കെ, ലിംഗ്വിസ്റ്റിക് മീൻസ് ഭാഷയുടെ അടിസ്ഥാനത്തിൽ, ഓൺ ദ ബേസ് ഓഫ് ലാംഗ്വേജ് കേട്ടോ മക്കളെ. യെസ്, ലാംഗ്വേജിന്റെ ബേസിൽ നിന്നാണ് ഉദ്ദേശിക്കുന്നത്. വയലേറ്റ് മീൻസ് നിഷേധിക്കപ്പെടുക അല്ലെങ്കിൽ ഡിനൈ ചെയ്യപ്പെടുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. യെസ്, യെസ്. അപ്പോൾ ഇവിടെ നമ്മൾ ലാസ്റ്റ് നോക്കാനുള്ളത് സെക്യുലറിസം ആണ്. സെക്യുലർ സ്റ്റേറ്റ് ഈസ് വൺ ഇൻ വിച്ച് ദ സ്റ്റേറ്റ് ഡസ് നോട്ട് ഹാവ് ഒഫീഷ്യലി പ്രൊമോട്ട് എനി റിലീജിയൻ ഓർ വൺ റിലീജിയൻ ആസ് എ സ്റ്റേറ്റ് റിലീജിയൻ. സെക്യുലറിസം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സ്റ്റേറ്റ് ഒരു പെർട്ടിക്കുലർ റിലീജിയനും എന്ത് ചെയ്യുന്നില്ല, പ്രൊമോട്ട് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. സ്റ്റേറ്റ് ഡസ് നോട്ട് ഹാവ് എനി പെർട്ടിക്കുലർ റിലീജിയൻ എന്നുള്ളതാണ്. സ്റ്റേറ്റിന് എന്തില്ല, ഒരു പെർട്ടിക്കുലർ റിലീജിയൻ ഇല്ല, ഒരു പ്രത്യേക മതമില്ല എന്നുള്ളതാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഓക്കെ, ഇവിടെ സ്റ്റേറ്റ് മീൻസ് രാഷ്ട്രമാണ് ഉദ്ദേശിക്കുന്നത്, അവർ നാഷൻ ആണ് അവിടെ ഉദ്ദേശിക്കുന്നത്.
any secularism as contemplated by the Constitution of India has following distinguishing features. നമുക്ക് കാണാൻ പറ്റും. The state will not identify itself with or to be controlled by any religion. സ്റ്റേറ്റ് ഒരു റിലീജിയനായി അല്ലെങ്കിൽ ഒരു റിലീജിയൻ എന്ത് ചെയ്തില്ല, നമ്മൾ പറഞ്ഞതിന് ഒഫീഷ്യലായി ഡിക്ലെയർ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ പോലെ തന്നെ ഒരു റിലീജിയനാലും സ്റ്റേറ്റ് എന്ത് ചെയ്തില്ല, കൺട്രോൾ ചെയ്യപ്പെടുന്നില്ല. Then while the state guarantees to everyone the right to profess whatever religion one choose to follow, it will not accord any preferential treatment of any of them. സ്റ്റേറ്റ് എന്ത് പറയുന്നുണ്ട്, ഏതൊരു പേഴ്സണും അവരുടേതായിട്ടുള്ള ഇഷ്ടപ്പെട്ട റിലീജിയനായിട്ട് പ്രൊഫസ് ചെയ്യാം, ആരാധിച്ച് മുമ്പോട്ട് പോവാം, വിശ്വസിച്ച് മുമ്പോട്ട് പോവാം. അല്ലാതെ ഒരു തരത്തിലും സ്റ്റേറ്റ് എന്ത് ചെയ്തില്ല, ഇത് സെലക്ട് ചെയ്യണമെന്ന് ഒരു തരത്തിലും എന്ത് ചെയ്യുന്നില്ല, ആരോടും പറയുന്നില്ല. ഓക്കെ, നോ ഡിസ്ക്രിമിനേഷൻ വിൽ ബി ഷോൺ ബൈ ദ സ്റ്റേറ്റ് അഗെയിൻസ്റ്റ് any person in on account his religion or faith. ഒരു എന്താ പറയുക, ഒരാളെയും അയാളുടെ റിലീജിയൻ്റെ ബേസിലോ അല്ലെങ്കിൽ അയാളുടെ എന്താ പറയുക സ്റ്റേറ്റ് ഗവൺമെൻറ് ഡിഫറെൻ്റ് എന്താണ്, സ്റ്റേറ്റ് ആൻഡ് ഗവൺമെൻറ് ഡിഫറെൻ്റ് എന്താണ്. സ്റ്റേറ്റ് നമ്മൾ പറയുന്നത്, സ്റ്റേറ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്ന രാഷ്ട്രം എന്നുള്ള ടേമും കൂടി നമ്മൾ സ്റ്റേറ്റിന് ഉദ്ദേശിക്കും മക്കളെ. ഓക്കെ, യെസ്. ഓക്കെ, സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ ഒരു സ്റ്റേറ്റ് ഫോം ചെയ്യപ്പെടണമെങ്കിൽ അവിടെ എന്തൊക്കെ വേണം, ഗവൺമെൻറ് വേണം, ടെറിട്ടറി വേണം, പീപ്പിൾസ് വേണം, സോവറിറ്റി വേണം. ദീസ് ആർ ദ ഫാക്ടേഴ്സ് അല്ലെങ്കിൽ എന്താ പറയുക നമ്മൾ പറയുകയാണെങ്കിൽ എന്താ പറയുക എസെൻഷ്യൽ ഫാക്ടേഴ്സ് ടു ഫോം എ സ്റ്റേറ്റ് ഫോം ചെയ്യണമെങ്കിൽ ഗവൺമെൻറ് വേണം, അവിടെ എന്തൊക്കെ വേണം, ഗവൺമെൻറ് വേണം, അവിടെ ടെറിട്ടറി വേണം, ടെറിട്ടറി മീൻസ് ദ ലാൻഡ്, ബൗണ്ടറി അടങ്ങുന്ന ഒരു ലാൻഡ് വേണം, പീപ്പിൾസ് വേണം, അവിടെ എന്ത് വേണം, ജനങ്ങൾ വേണം, നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ സോവറിറ്റി വേണം, പരമാധികാരം വേണം. ഇതൊക്കെ ഉണ്ടെങ്കിൽ ഒരു സ്റ്റേറ്റ് നമുക്ക് എന്ത് ചെയ്യാം, കൺസിഡർ ചെയ്യാം. അപ്പോൾ ഒരു രാഷ്ട്രം, ഒരു നാഷനാണ് അതോട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഓക്കെ, യെസ്. എന്നിവിടെ പറയുന്നത് ഒരാളെയും എന്ത് ചെയ്യുന്നില്ല, റിലീജിയസ് ഡിസ്ക്രിമിനേഷനും എവിടെ ഇല്ല, നമ്മുടെ ഇന്ത്യയിൽ ഇല്ല. അപ്പോൾ ഇത്രയുമാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്, ഇത്രയുമാണ്. അപ്പോൾ വാട്ട് ആർ ദ കീ ഫീച്ചേഴ്സ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ വരെയാണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ സെറ്റ് ആണെങ്കിൽ, ഓക്കെ ആണെങ്കിൽ എല്ലാവരും എന്ത് ചെയ്യുക, ഒരു ഫയർ കൂടി എന്ത് ചെയ്യുക, കമൻറ്റ് ബോക്സിൽ ഇടാം. ഓക്കെ, ഒരു ഫയർ കൂടി എന്ത് ചെയ്യുക, കമൻറ്റ് ബോക്സിൽ ഇടാം. സെറ്റാണ്, ഓക്കെ ആണെങ്കിൽ എന്ത് ചെയ്യുക, ഒരു ഫയർ കൂടി ഇടാം. ഓക്കെ, ഫെഡറലിസം ഒന്നും കൂടി പറയാൻ ചോദിക്കുന്നത് നമുക്ക്. ഫെഡറലിസം എന്ന് പറയുന്നത് എ സിസ്റ്റം ഓഫ് ഗവൺമെൻറ്, ഡിഫറെൻറ്റ് ലെവൽ ഓഫ് ഗവൺമെൻറ്റിലൂടെ, ഡിഫറെൻറ്റ് ടയർ ഓഫ് ഗവൺമെൻറ് എന്നാണ് നമ്മൾ പറയുക. ഡിഫറെൻറ്റ് ലെവൽ പഠിച്ചാൽ മതി നമുക്ക്, ടയറൊക്കെ 10ാം ക്ലാസ് പഠിക്കുക. ഡിഫറെൻറ്റ് ലെവലിലൂടെ പവർ ഷെയർ ചെയ്യുന്ന മെത്തേഡിനെയാണ് നമ്മൾ ഫെഡറലിസം എന്ന് പറയുക. ഓക്കെ, ഫെഡറലിസം എന്ന് പറയുമ്പോൾ സെൻട്രൽ ഗവൺമെൻറ്, സ്റ്റേറ്റ് ഗവൺമെൻറ്, ലോക്കൽ ഗവൺമെൻറ് അല്ലെങ്കിൽ ലോക്കൽ സെൽഫ് ഗവൺമെൻറ്, ഇങ്ങനെ പവർ എന്ത് ചെയ്യും, പവർ ഷെയർ ബിറ്റ്വീൻ ഡിഫറെൻറ്റ് ലെവൽ ഓഫ് ഗവൺമെൻറ്. ഇതിന് നമ്മൾ വെർട്ടിക്കൽ പവർ ഷെയറിംഗ് എന്നും കൂടി പറയാറുണ്ട്. അപ്പോൾ പവർ ഷെയറിംഗ് ബിറ്റ്വീൻ ഡിഫറെൻറ്റ് ലെവൽ ഓഫ് ഗവൺമെൻറ്റിയാണ് നമ്മൾ എന്ത് പറയുക, ഫെഡറലിസം എന്ന് പറയുക. അപ്പോൾ ഓക്കെ ആണ്, സെറ്റ് ആണെങ്കിൽ എന്ത് ചെയ്യുക, ഒരു ഫയർ അങ്ങോട്ട് ഇട്ടോളി. എല്ലാവർക്കും സെറ്റ് ആണെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ തൽക്കാലം ഞാൻ എന്ത് ചെയ്യാണ്, വൈൻഡ് അപ്പ് ആണ്. അതുപോലെ നമ്മുടെ ബാച്ചിലുള്ള മക്കളാണെങ്കിൽ എന്ത് ചെയ്യുക, നേരെ പോകുന്നോളി. നമുക്ക് അടുത്ത ക്ലാസ് തുടങ്ങാനായിട്ടുണ്ട്. നമ്മുടെ ഹിസ്റ്ററിയുടെ ക്ലാസ് ആണല്ലേ, അടുത്ത ഹിസ്റ്ററിയുടെ ക്ലാസ് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ ആപ്പിൽ അല്ലെങ്കിൽ നമ്മുടെ യോധ ബാച്ചിൽ നടക്കാൻ പോവാണ്. അപ്പോൾ ബാച്ചിലുള്ള മക്കളൊക്കെ എന്ത് ചെയ്തോളി, നേരെ പോകുന്നോളി. നമുക്ക് ഹിസ്റ്ററിയുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യേണ്ടതുണ്ട് 8:30 എല്ലാവരും മറക്കണ്ട. ഒന്ന് റെസ്റ്റ് ഒക്കെ എടുത്തോളി. നേരെ പോകുന്നോളി, ഇപ്പൊ തന്നെ ഓടി പോരണമെന്നല്ല, ഒന്ന് റെസ്റ്റ് ഒക്കെ എടുത്ത് നേരെ എന്ത് ചെയ്യുക, അങ്ങോട്ടേക്ക് പോകുന്നോളി. ഓക്കെ, അപ്പൊ സെറ്റ് ആയിട്ടുണ്ട്, ഓക്കെ ആയിട്ടുണ്ടെങ്കിൽ എല്ലാ മക്കളും എന്ത് ചെയ്യുക, ഒരു ഫയർ ഇടുക. അതുപോലെ തന്നെ ഇതൊന്നല്ല നമ്മുടെ പവർ എന്നുള്ളത് കൊണ്ട് തന്നെ ആഫ്റ്റർ ദ ലൈവ് സെഷൻ മക്കൾ എന്ത് ചെയ്യുക, യെസ്, മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കട്ടോ. യെസ്, യെസ്, ദീസ് ആർ ഇതൊക്കെയാണ് നമ്മുടെ എന്താ പറയുക കീ ഫീച്ചേഴ്സ് മക്കളെ. ഈ 5 നമ്മുടെ കീ ഫീച്ചേഴ്സ് കേട്ടോ. അപ്പോൾ ഓക്കെ ആണ്, സെറ്റ് ആണെങ്കിൽ എന്ത് ചെയ്യാം മക്കൾ, ജസ്റ്റ് ഒന്ന് കമൻറ്റ് ബോക്സിൽ ഫയർ ഒക്കെ ഇട്ട് സെറ്റ് ആണെന്നൊന്ന് അറിയിച്ചാൽ. അതുപോലെ തന്നെ ആരെങ്കിലൊക്കെ ലൈക്ക് അടിക്കാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, എപ്പോഴും പറയുന്ന പോലെ തന്നെ ലൈക്ക് അടിച്ച് പോയിക്കോളി കമൻറ്റ് ബോക്സിൽ. യെസ്, കമൻറ്റും ചെയ്തോളി. ആഫ്റ്റർ ദ ലൈവ് സെഷൻ ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റും ചെയ്യുക. ഇതൊന്നല്ല നമ്മുടെ പവർ. ഇനിയുമുള്ള ലൈവുകളിലൊക്കെ എന്ത് ചെയ്യണം, നമ്മുടെ പവർ മക്കളെ കാണിച്ചിരിക്കണം. ഇതാണോ നമ്മുടെ പവർ എന്ന് ചോദിച്ചാൽ, ഇതാണോ നമ്മുടെ യോദ്ധാക്കൾ ഇതാണോ, യെസ്, ഇതാണോ നമ്മുടെ പവർ അല്ല. അപ്പോൾ മാക്സിമം ഫ്രണ്ട്സിലേക്കൊക്കെ എന്ത് ചെയ്യുക മക്കൾ എത്തിക്കണം. ഇനിയുള്ള ലൈവുകളൊക്കെ എല്ലാ ഫ്രണ്ട്സിനും മക്കൾ അറിയിക്കണം. എല്ലാ സ്കൂളിൽ പോകുന്ന സമയത്ത് എല്ലാ ഫ്രണ്ട്സിനോടും പറയാം, നമ്മുടെ യൂട്യൂബ് ലൈവുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ജോയിൻ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ മക്കൾ പറയണം. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം മക്കളെ. താങ്ക് യു ഓൾ. ബൈ, ഗുഡ് നൈറ്റ്.